അസറ നിഅമതിഹി അലാ അബ്ദിഹി. തന്റെ അടിമയ്ക്ക് അല്ലാഹു സുബ്ഹാനഹു വ തആല നൽകിയിരിക്കുന്ന സമ്പാദ്യത്തിൻ്റെതാകുന്ന അവസ്ഥാവിശേഷം അവന്റെ വസ്ത്രവിധാനത്തിലൂടെ കാണപ്പെടുന്നതിന് അല്ലാഹു ഇഷ്ടപ്പെടുന്നുണ്ട് സഹാബ എന്ന് ഹബീബുനാ ശഫീഉനാ റസൂലുള്ളാഹി. എന്തിനാണിത് കുമ്മനം ഉസ്താദ് നിങ്ങളോട് ഓർമ്മപ്പെടുത്തിയത്? നമ്മുടെ വസ്ത്രവിധാനം ശ്രദ്ധിക്കണേ, ശ്രദ്ധിക്കണേ. മുഷിഞ്ഞ വസ്ത്രം ഇട്ടുകൊണ്ട് അള്ളാന്റെ പള്ളിയിലേക്ക് പോകരുതേ, പോകരുതേ. പൊതുജന മധ്യത്തിലേക്ക് ഇറങ്ങരുതേ. ഭാര്യ ഭർത്താക്കന്മാർക്കിടയിലുള്ള സ്നേഹബന്ധങ്ങൾ ഊഷ്മളമായി നിലനിൽക്കാൻ ശ്രദ്ധിക്കേണ്ട കാര്യമാണ്. വസ്ത്രവിധാനത്തിന്റെ ശുദ്ധിയാണ്, ശരീരത്തിന്റെ വിശുദ്ധിയാണ്. രണ്ട് കാര്യങ്ങൾ ശ്രദ്ധിച്ചാൽ ദാമ്പത്യ ജീവിതം നന്നാക്കി എടുക്കാൻ പറ്റും. ശ്രദ്ധിക്കണേ, കുടുംബജീവിതം റാഹത്തിലാക്കാൻ പറ്റും. 70% കുടുംബങ്ങളും താറുമാറാകുന്നത് ശാരീരിക ശുദ്ധിയും വസ്ത്രത്തിന്റെ വിശുദ്ധിയും ഇല്ലായ്മയാണ്. അങ്ങനെ തന്നെയാണ്. ഭർത്താവ് ജോലി കഴിഞ്ഞ് വരുന്നു, അദ്ദേഹം അതേ ശൈലിയിൽ തന്നെ നിലകൊള്ളുകയാണ്. ബെഡ്റൂമിലേക്ക് അതേ നിലയിൽ തന്നെ കിടക്കുകയാണ്. ശരീരം മുഴുവനും ദുർഗന്ധം, ഒന്നും കുളിച്ചില്ല, വൃത്തിയായിട്ടില്ല. കയ്യും കാലം കഴിയിട്ടുണ്ടാവും, അത് ഫുഡ് കഴിക്കാൻ വഴി. കുഴിമന്തി കഴിച്ചിട്ട് ഒരു സൈഡിലേക്ക് വന്ന് കിടക്കുകയാണ്. ഭാര്യയുമായിട്ടുള്ളതാകുന്ന ബന്ധത്തിൽ വളരെയേറെ പ്രയാസം ഉണ്ടാവും. എന്ന് പറഞ്ഞാൽ അവർക്കതിൽ പരിപൂർണ്ണ സംതൃപ്തി ഉണ്ടാവൂല. മനസ്സിലാക്കേണ്ട വസ്തുതയാണ്. എത്രയോ മഹല്ലത്തുകളിൽ ഇത്തരത്തിലുള്ള വിഷയങ്ങൾ കെട്ടിക്കിടക്കുന്നു. 10,000-കണക്കിന് ആളുകൾ ഇത്തരത്തിലുള്ള വിഷമങ്ങളും പ്രയാസങ്ങളും പങ്കുവെക്കാറുണ്ട്. 1000-കണക്കിന് ആളുകൾ. ദാമ്പത്യ ജീവിതത്തിൽ ഏറ്റവും വലിയ വിഷയമാണത്. വസ്ത്രവിധാനം മാത്രമല്ല, അവന്റെ ശരീരവും ശുദ്ധിയായിരിക്കണം. സ്ത്രീകളും ശ്രദ്ധിക്കണം ആ വിഷയം. ആദ്യ രാത്രിയിൽ നല്ലതുപോലെ മുല്ലപ്പൂ ഒക്കെ ചൂടി റാഹത്തായിട്ട് കയറിപ്പോയ പെണ്ണ് പിന്നെ അതേ ഒരു ശൈലി പിന്നീട് ജീവിതത്തിൽ എവിടെയും വന്നിട്ടില്ല. നല്ലൊരു സുഗന്ധം പൂശൂല. മോശപ്പെട്ട മുഷിഞ്ഞ വസ്ത്രം ധരിച്ച് അടുക്കളയിൽ ജോലി ചെയ്തുകൊണ്ടിരിക്കവേ അതേ രീതികൾ തന്നെ ഭർത്താവിന്റെ അടുക്കലേക്ക് കയറി ചെന്നാൽ ആ ഭർത്താവ് എങ്ങനെ നിന്നെ കൊണ്ട് പരിപൂർണ്ണ സംതൃപ്തനാവും? അതുകൊണ്ട് തന്നെ ദാമ്പത്യ ജീവിതം സന്തോഷകരമാകണമെങ്കിൽ, എന്റെ ഭർത്താവിന് എന്നോട് സ്നേഹമില്ല ഉസ്താദേ, ഇപ്പോൾ പഴയതുപോലെയുള്ളതാകുന്ന ബന്ധങ്ങളില്ല, അകൽച്ചയാണ് എന്ന് നൊമ്പരപ്പെടുന്ന സഹോദരിമാരോട്, എന്റെ ഭാര്യയ്ക്ക് എന്നോടല്ല മറ്റാരോടാണ് കൂടുതൽ അടുപ്പം വെക്കുന്നത് എന്ന് ആശങ്കപ്പെടുന്ന പ്രിയപ്പെട്ട ഭർത്താക്കന്മാരോട് ഞാൻ ഓർമ്മപ്പെടുത്തുകയാണ്, നിങ്ങൾ നിങ്ങളുടെ ശരീരത്തിന്റെയും വസ്ത്രത്തിന്റെയും വിശുദ്ധി ശരിക്ക് കാത്തു സൂക്ഷിക്കണം. പ്രത്യേകിച്ച് അവരുമായി ഇടപഴകുന്ന വേളകളിൽ. ചില ആളുകൾ വീട്ടിൽ ചെന്നാൽ ശരീരത്തിൽ വസ്ത്രം പോലും ഇല്ല, ഒന്നുമില്ലാതെ നടക്കാൻ. ചിലര് ഒരു ചെറിയൊരു തുണി മാത്രം എടുത്തുകൊണ്ടുണ്ടാവും, ഉടുപ്പൊന്നും ഇടൂല, ഷർട്ടൊന്നും ഇടൂല, നെഞ്ചും എല്ലാം കാണിച്ചുകൊണ്ട് നടക്കുക. വീട്ടുകാരല്ലേന്ന് വരില്ല. അങ്ങനെയല്ല, നല്ല വസ്ത്രം ധരിച്ചിട്ട് നല്ല വൃത്തിയായി വീട്ടിലാണെങ്കിലും റാഹത്തായിട്ട് നിലകൊള്ളണം. മുഷിഞ്ഞ വസ്ത്രം ധരിച്ചിരിക്കുകയേ ഇരുത്. നമ്മുടെ ജീവിതത്തിൽ എവിടെയും അത് പാടില്ല. മുഷിഞ്ഞിട്ടുണ്ടത് വേഗം കഴുകി ശുദ്ധീകരിക്കുക, അത് നല്ല ഇസ്തിരി ഇട്ട് റാഹത്തായിട്ട് വൃത്തിയായി സൂക്ഷിക്കുക. ചില സഹോദരിമാർ നിസ്കരിക്കാൻ വേണ്ടി നിലകൊള്ളുന്ന സന്ദർഭത്തിലും അവരുടെ വസ്ത്രവിധാനം നമുക്കറിയാം വളരെ മുഷിഞ്ഞതാണ്. നിസ്കാരത്തിന്റെ മുസല്ല 83-ൽ ഉംറയ്ക്ക് പോയപ്പോൾ കൊണ്ടുവന്നതാണ്, പിന്നെ ഇന്നുവരെ കഴുകിയിട്ടില്ല. ചിലരുടെ മുസല്ല അങ്ങനെ തന്നെ ഇരിക്കാൻ. അതുപോലെ തന്നെ അതിനകത്ത് വെച്ച് പൊതിഞ്ഞു വെച്ചിരിക്കുന്ന ഐറ്റം ഉണ്ട്, നിസ്കാര കുപ്പായം. ഇപ്പം മണത്തിയാൽ നാളെ സുബഹി കഴിയുമ്പോഴേ എഴുന്നേക്കുള്ളൂ. ആ സൈസ് ഐറ്റമാണ്, അത്ര ദുർഗന്ധമാണ്. ചിലരുടെ കഴുകിയിട്ട് പോലുമില്ല. പിന്നെ ഉജാല ഉള്ളത് കൊണ്ട് അഡ്ജസ്റ്റ് ചെയ്ത് ഇങ്ങനെ പോവാണ്. നീലം മുക്കി 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 നീലം തന്നെ തൊഴുത് നിൽക്കുകയാണ്. അത്രത്തോളം വല്ലാത്ത അവസ്ഥയിലേക്ക് അത് എത്തിയിട്ടുണ്ട്. കരിമ്പൻ പിടിച്ചു എന്ന് പറയും ഞങ്ങളുടെ നാട്ടിൽ. അഥവാ അത് വല്ലാത്ത കറുത്ത പുള്ളി വീണ് 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 ഇങ്ങനെ നിൽക്കുകയാണ് ഫുള്ള്. എന്നാലും ആ നിസ്കാര കുപ്പായം ഒന്ന് മാറ്റുമോ? യാമന്നാൾ വരെ അത് മാറ്റുമോ? വേറെ എന്ത് മാറ്റിയാലും ശരി നിസ്കാര കുപ്പായം മാറ്റി. വീട് 3 കൊല്ലം കൂടുമ്പോൾ പെയിന്റ് അടിച്ചിട്ടുണ്ട്. ഇടുന്ന ചെരുപ്പ് എല്ലാ മാസവും മാറുന്നുണ്ട്. ഷർട്ട് ഓരോ കല്യാണത്തിനും മാറുന്നുണ്ട്. ഇഷ്ടം പോലെ ചുരിദാരം മാറിയിട്ടുണ്ട്. ഇഷ്ടം പോലെ പർദ്ദയും വാങ്ങിച്ചു കൂട്ടിയിട്ടുണ്ട്. ഇതെല്ലാം ഉണ്ടായിട്ടുണ്ടെങ്കിലും ആ നിസ്കാര കുപ്പായം ഓൾഡാണ്, പഴയ ഐറ്റം. പഴയത് ധരിക്കണ്ട എന്നല്ല, അത് അത്രത്തോളം പരിപൂർണമായി നാശനഷ്ടത്തിലേക്ക് പോകുമ്പോൾ മാത്രം അത് ഒഴിവാക്കിയാലും മതി. പക്ഷേ അത് കഴുകുന്നതിന് എന്താണ് ഇത്ര വിരക്തി? ചില ആളുകൾ കഴുകൽ തന്നെ ഇല്ല. അതാണ് ഈ പറയുന്നത്. ആ നിസ്കാര മുസല്ലയും കഴുകലില്ല, നിസ്കാര കുപ്പായവും കഴുകലില്ല. അള്ളാന്റെ മുന്നിൽ സുജൂദ് ചെയ്യുമ്പോ നിങ്ങൾ നല്ല അലങ്കാരവും പ്രൗഢിയുമായി നിലകൊള്ളണേ എന്ന് വിശുദ്ധ ഖുർആൻ. ഇന്നല്ലാഹ ജമീലുൻ യുഹിബ്ബുൽ ജമാൽ ഇന്നല്ലാഹ നളീഫുൻ യുഹിബ്ബുൻ നളാഫ. അല്ലാഹു ശുദ്ധിയുള്ളവനാണ്, അവൻ പരിശുദ്ധിയെ ഇഷ്ടപ്പെടുന്നവനാണ്. അല്ലാഹു വൃത്തിയുള്ളവനാണ്, അവൻ വൃത്തിയുള്ളവരെ ഇഷ്ടപ്പെടുന്നവനാണ്. അതുകൊണ്ട് പരിപൂർണമായി ശരീരത്തിലും വസ്ത്രത്തിലും വിശുദ്ധി വേണേ. നിങ്ങളുടെ വസ്ത്രത്തെ നിങ്ങൾ കഴുകി ശുദ്ധീകരിക്കണേ എന്ന്
ഹബീബുനാ ശഫീഉനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. വസ്ത്രം മാത്രമല്ല, ശരീരവും വേണം. പല്ല് തേക്കണം. ആഴ്ചയിൽ ഒരു ദിവസം തേച്ചാൽ പോരാ. അല്ലെങ്കിൽ വാപ്പായും ഉമ്മായും നിർബന്ധിക്കുമ്പോൾ മാത്രം പല്ല് തേച്ചാൽ പോരാ, എല്ലാ ദിവസവും വേണം. 5 വഖത്തും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പല്ല് തേക്കുമായിരുന്നു, അല്ല അതിനപ്പുറവും ഉണ്ടായിരുന്നു. ഞാൻ നിങ്ങളോട് ഒരുപക്ഷെ ഈ പല്ല് തേക്കുന്നതാകുന്ന വസ്തുത നിങ്ങളുടെ മേൽ പറഞ്ഞാൽ ഒരുപക്ഷെ അത് നിങ്ങൾക്ക് നിർബന്ധമാക്കപ്പെടുമോ എന്ന് ഞാൻ ഭയക്കുന്നു. അതുകൊണ്ടാണ് പറയാതിരിക്കുന്നത് എന്ന് സയ്യിദുനാ റസൂലുള്ളാഹി. അത്രയേറെ ശക്തിമത്തായ സുന്നത്താണ് മിസ്വാക്ക് ചെയ്യുക. ഈ ഇരിക്കുന്ന ഓരോരുത്തർക്കും അറിയാം അവരവരുടെ വായുടെ പകർച്ച എത്രത്തോളമുണ്ട്. ചിലർ വാദിക്കും ഇല്ല, എനിക്ക് വായ്നാറ്റമില്ല എന്ന് വാദിക്കുന്നവരുണ്ട്. ഞാൻ ഈ അടുത്തിടെ ഒരു പുസ്തകത്തിൽ വായിച്ചതാണ്, വായ്നാറ്റം ഉണ്ടോ എന്നറിയാൻ അവനവന്റെ കൈയുടെ തൊലിപ്പുറത്ത് ഒന്ന് നാക്ക് നീട്ടിയിട്ടൊന്ന് നക്കി നോക്കണം. അങ്ങനെ ഈ കൈയുടെ തൊലിപ്പുറത്തെ സ്വന്തം നാക്ക്, വല്ലവരും വേണ്ട, അങ്ങനെയാണ് പിന്നെ തീരെ എഴുന്നേക്കൂല. സ്വന്തം നാക്ക് വെച്ചിട്ട് ജസ്റ്റ് ഒന്ന് നക്കുക. നക്കിയതിന് ശേഷം 1 മിനിറ്റ് കഴിഞ്ഞിട്ട് എന്ത് ചെയ്യുക, ഒന്ന് പതുക്കെ ഒന്ന് മണത്തി നോക്കുക. പിന്നെ ബോധം വന്നിട്ട് നമുക്ക് എന്തെങ്കിലും ചെയ്യാം. ബോധം പോയിട്ടുണ്ടാവും, അത് ഉറപ്പാണ്. നമ്മുടെയൊക്കെ ഓരോരുത്തരുടെ അവസ്ഥ തന്നെ. അള്ളാഹു നമുക്ക് നന്നാകാൻ തൗഫീക്ക് നൽകട്ടെ. ഇപ്പൊ ഇരുന്ന് നന്നാക്കുക. അതാ ചിലർ ഇപ്പൊ ഇരുന്ന് നക്കുക, ഉടനെ കാര്യമായിട്ട് ഇപ്പൊ തന്നെ നോക്കിയേക്കാം. ഞാൻ വീട്ടിൽ പോയിട്ട് നിങ്ങൾ ചെയ്താൽ മതി. നിങ്ങൾ ഓരോരുത്തരും ഇത് ചെയ്തു നോക്കണം. ഞാൻ വെറുതെ പറഞ്ഞതല്ല, തമാശ പറഞ്ഞതല്ല. എന്നിട്ട് നിങ്ങൾ നല്ലതുപോലെ മിസ്വാക്ക് ചെയ്തിട്ട് ഇതേപോലെ വീണ്ടും ചെയ്തു നോക്കണം. അപ്പം ആ നാറ്റം പരിപൂർണമായി മാറിയിട്ടുണ്ടാവും. അല്ലാതെ ഇങ്ങനെ കൈവച്ചിട്ട് ഇങ്ങനെ ഊതിയിട്ടൊന്നും ഒരു മണം അറിയില്ല. അങ്ങനെയൊന്നും മണം അറിയൂല. ഇങ്ങനെയാണ് അതിന്റെ ദുർഗന്ധം തിരിച്ചറിയുന്നത്. കൈയുടെ പുറത്ത്, തൊലിപ്പുറത്ത് നാക്ക് വെച്ചെന്ന് നക്കി 1 മിനിറ്റിന് ശേഷം ജസ്റ്റ് ഒന്ന് ഉണങ്ങി പിടിക്കും. എന്നിട്ടൊന്ന് മണത്തി നോക്കുക. അപ്പൊ അറിയാം എന്താണ് അവസ്ഥ എന്ന്. ഈ വായ്നായത്തായിട്ടാണ് പെണ്ണുങ്ങൾ എടുത്തോട്ട് പോകുന്നത്. അവർ മറ്റേ ചുംബന സമരം, പടച്ചവൻ ഇങ്ങോട്ടൊന്നും വരല്ലേ. വളരെ ശ്രദ്ധിക്കണം. ദാമ്പത്യ ജീവിതം വിള്ളലാകുക എന്ന് പറയുന്നത് ചെറിയ 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 കാരണങ്ങൾ മതി. നമ്മളറിയൂല. ഇതുപോലെ തന്നെ സ്ത്രീകളും അവർ ശ്രദ്ധിക്കണം. അടുക്കളയിലെ കരിപുരണ്ട വസ്ത്രം ധരിച്ചിട്ട് നേരെ ഓടി വന്ന് ഭർത്താവിന്റെ അടുത്തോട്ട് വരുമ്പോൾ ഭർത്താവിനത് ബുദ്ധിമുട്ടുണ്ടാവും. അതേസമയത്ത് നീ ഭർത്താവ് വരുമ്പോൾ നല്ല കുളിച്ച് വൃത്തിയായി റാഹത്തായിട്ട് ഒന്ന് ബെഡ്റൂമിലോട്ട് വന്നു നോക്കിയേ. അപ്പൊ അറിയാൻ കാര്യം ഭർത്താവിന് എന്ത് സന്തോഷമായിരിക്കും, എത്ര റാഹത്തായിരിക്കും അവർക്കിടയിലുള്ള ജീവിതം. ഇതുപോലെ ഭർത്താവ് ഒന്ന് കുളിച്ചിട്ട് വരണം, എന്നാലേ ഉള്ളു റാഹത്താവും. അള്ളാഹു ബറക്കത്ത് ചെയ്യട്ടെ. ഞാനിത് പറയുന്നത് നിസ്സാരല്ല. 70%, 100-ൽ 70% ദാമ്പത്യ ജീവിതത്തിൽ പ്രശ്നം ത്വലാഖ് വേണം എന്ന് ഖുൽഇന് സ്ത്രീകൾ ഇന്ന് ആവശ്യപ്പെട്ടുകൊണ്ടിരിക്കാൻ സമസ്തയുടെ മുശാവറ അംഗങ്ങൾ ഈ അടുത്തിടെ അതിന്റെ ചർച്ച നടത്തിക്കൊണ്ടിരുന്നു. ഖുൽഇന്റെ മസലകൾ കാരണം അത്രയേറെ വിഷയം വല്ലാതെ കൂടി വന്നുകൊണ്ടിരിക്കാൻ സ്ത്രീകൾ ആവശ്യപ്പെടുകയാണ്. മഹല്ലത്തിൽ അല്ലെങ്കിൽ ഖാദിമാരോട് എനിക്ക് ഇന്ന ഭർത്താവിനെ വേണ്ട. എന്താ കാരണം? എന്താ? അയാളുമായിട്ട് റാഹത്തില്ല, സന്തോഷമില്ല, ചില വിഷയങ്ങളുണ്ട്. വിഷയങ്ങൾ ഇതൊക്കെയാണ്. അന്വേഷിച്ച് നോക്കുമ്പോൾ വസ്ത്രത്തിന്റെ വിശുദ്ധിയില്ല, ശാരീരിക ശുദ്ധിയില്ല. അത് നമ്മുടെ ജീവിതത്തിൽ അനിവാര്യമാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ജീവിതം പഠിച്ചാൽ മതിയല്ലോ. നബിയനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുകയാണ്, ഹുബ്ബിബ ഇലയ്യ മിൻ ദുനിയാകും സലാസതു ഉമൂർ അത്വീബു വന്നിസാ വഖുറത്തു ഐനി ഫി സ്വലാ. നബിയനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അല്ലാഹുവിന്റെ റസൂൽ പറയുകയാണ്, സഹാബ, നിങ്ങളുടെ ദുനിയാവിൽ നിന്ന് കോടാനു കോടി വസ്തുക്കളിൽ നിന്ന് എനിക്ക് ഇഷ്ടപ്പെട്ടത് 3 വസ്തുക്കളേ ഉള്ളൂ. അത് അത്വീബു, സുഗന്ധമാണ്. ലോകത്ത് എത്ര വസ്തുക്കൾ അള്ളാഹു സൃഷ്ടിച്ചിട്ടുണ്ട്, പടച്ചിട്ടുണ്ട്. അതിലേറ്റവും അള്ളാഹുവിന്റെ റസൂലിന് പ്രിയമുള്ളതായി റസൂലുള്ള പറഞ്ഞത് അത്വീബു, സുഗന്ധമാണ്. നല്ല അത്തർ വാങ്ങണം. ഇത് വാലിന് വന്നിട്ട് അവിടെ അത്ര വെച്ചെടുക്കാനുണ്ടെങ്കിൽ അതിന്റെ ഇടയിലോട്ട് വിരൽ നീട്ടിട്ട് കൊടുക്കുക. ദൂത്തേക്ക് മുഖം കൊടുക്കുന്നത്, 2ാമത്തെ വിരൽ, 3ാമത്തെ വിരൽ, 5 വിരൽ കഴിയുമ്പോൾ പിന്നെ ഇപ്പുറത്തെ കൈ കൂടെ ഇപ്പുറത്തെ സൈഡിൽ കൂടെ പോയി അതിന്റെ 2 കൈയും തൂത്തിട്ട് റാഹത്തെ. എത്രയായിരുന്നു വില? 150. നാളെ വരാം കേട്ടോ, നാളെ മുതലുണ്ട്. ആ വഴിക്കില്ല പിന്നെ അള്ളാഹ്. ഇതാ ഉടായിപ്പ് പരിപാടി. ഇതാപ്പം നടന്നുകൊണ്ടിരിക്കുന്നു. ഒരു 10 രൂപ എടുത്തിട്ട് അല്പം അത്ര വാങ്ങും, ഒരു 100 രൂപ എടുത്തിട്ട് അത്ര വാങ്ങുമോ? അത് വാങ്ങൂല. ഇത്ര കച്ചവടക്കാരൻ പിറ്റേ ദിവസം 3 കുപ്പി എക്സ്ട്രാ കൊണ്ടുവന്നേക്കാണ്. ഹാജിയാര് പോയിട്ടുണ്ട്, കുറെ വാങ്ങാന്നാ പറഞ്ഞിരിക്കുന്നത്. എല്ലാം അടിച്ചോണ്ട് പോയിക്കോ. ജനാത്തുൽ ഫിർദൗസ് വരെ, മയ്യത്തിനടിക്കുന്ന ഐറ്റം വരെ അടിച്ചോണ്ട് പോയിട്ടുണ്ട്. ഇങ്ങോട്ട് വരുത്തില്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുകയാണ്, അത്വീബു, സുഗന്ധമാണ്. അല്ലാഹുവിന്റെ റസൂലിന് പ്രിയമുള്ളതായ വസ്തുവാണ്. അന്താവരയിലുള്ള പ്രിയപ്പെട്ട സഹോദരങ്ങളെ, നമ്മുടെ ജീവിതത്തിൽ ഈ രീതിയിൽ കൊണ്ടുവന്നിട്ടുണ്ടോ? ഈ വിഷയത്തിൽ പഠിക്കേണ്ടത് റസൂലുള്ളാഹിന്റെ പാരമ്പര്യം അവകാശപ്പെടുന്നതായ അറബികളെയാണ്. 100 രൂപ കിട്ടിയാൽ അതിൽ 70 രൂപയും അവർ ചെലവഴിക്കുന്നത് സുഗന്ധദ്രവ്യങ്ങൾ വാങ്ങാനാണ്.
നല്ല അത്തർ വാങ്ങും, വില കൂടിയത്. ഇന്ത്യയിൽ നിന്നാണ് ഊത് പോകുന്നത്. അത് ഏറ്റവും കൂടുതൽ ആരാ വാങ്ങുന്നത്? അറബികളെ വാങ്ങുന്നത്. മനസ്സിലാക്കണം, നല്ലതുപോലെ നല്ല അത്തർ തേക്കുക. അതുകൊണ്ട് തന്നെ അറബിയുടെ കൈക്ക് പിടിച്ചാൽ പിന്നെ 3 ദിവസത്തേക്ക് നമ്മൾ അത്തർ തേക്കണ്ട, റാഹത്താണ്. അത്ര നല്ല സുഖമാണ്, അത്ര സുഗന്ധ. നമ്മളോ ഒരു സുഗന്ധം അടിക്കരുത്. സാധനമൊക്കെ ഉണ്ട് വീട്ടിൽ, ഇപ്പോഴും ഇരിപ്പുണ്ട്. പണ്ട് പോയതാ, 903 പോയി കൊണ്ടുവന്നതാകുന്ന ഒരു അത്തറിന്റെ കുപ്പി ഇപ്പോഴും അലമാരിക്കകത്തുണ്ട്. ആർക്കും തൂക്കൂല. മരിച്ചു കഴിയുമ്പോൾ ഇങ്ങനെ പന്നിക്കകത്ത് കുളയെ മാറ്റി വെച്ചിരിക്കും, ഉപയോഗിക്കത്തേ ഇല്ല. അത്രയൊക്കെ ഉപയോഗിക്കണം, അതിനുവേണ്ടിയുള്ളതാണ്. അള്ളാഹു തൗഫീഖ് തരട്ടെ. അത് നല്ല ഇഷ്ടപ്പെടുന്ന അത്തർ വേണം, നല്ല സാധനം വേണം അടിക്കാൻ. ചിലര് ആർക്കും ഇഷ്ടപ്പെടാത്ത ഐറ്റം ഉണ്ട്, മയ്യത്തിനൊക്കെ ഇടുന്ന ചില സ്ത്രീകൾക്ക് അത് പിടിക്കൂല. അത് വലിയ പഞ്ഞിക്കകത്ത് നോക്കി ചെവിയിലൊക്കെ തിരികെ വെച്ചോണ്ട് നടക്കാണ് ചില രാജ്യക്കന്മാർ. പെണ്ണുങ്ങൾ അതുകൊണ്ട് തന്നെ എടുക്കാത്തത്, ഒരു വഴി വരുത്തില്ല. അവർക്ക് ഇഷ്ടപ്പെടുന്നില്ല, ചിലർക്കത് പിടിക്കൂല. അത് മനസ്സിലാക്കിയിട്ട് സ്ത്രീകളുടെ ഫ്ലേവർ അത് നോക്കിയിട്ട് നല്ല സാധനം വാങ്ങണം, ആൽക്കഹോൾ ഇല്ലാത്ത നല്ല സാധനം വാങ്ങണം. ഇത് അടിച്ചോണ്ട് റോഡിൽ പോയിക്കാനല്ല പറഞ്ഞത്, സ്വന്തം ഭാര്യ എടുത്തോണ്ട് പോകുന്ന വിഷയം പറയുന്നത് കേട്ടോ. അള്ളാഹു തൗഫീഖ് നൽകട്ടെ. നബി തങ്ങൾ രണ്ടാമത്തത് പറയാണ്, ലോകത്ത് എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട വസ്തു നബി പറയാൻ, ഒന്ന് സുഗന്ധം, നമുക്കത് വേണം. അള്ളാഹു തൗഫീഖ് തരട്ടെ. 2 എന്റെ ഭാര്യമാരാണ് എനിക്ക് എന്റെ ഭാര്യമാരോട് വല്ലാത്ത പ്രിയമാണ് എന്ന് ഹബീബുനാ ശഫീഉനാ റസൂലുള്ളാഹി. സ്വന്തം ഭാര്യയെ ഇഷ്ടമാണ് എന്ന് ലോകത്തിന്റെ മുന്നിൽ പ്രഖ്യാപിച്ച തിരുദൂതർ, കാരുണ്യത്തിന്റെ പ്രവാചകർ, വൽഹറുൽ അത്തമായ ഹബീബ് മുഹമ്മദ് മുസ്തഫ. സ്വന്തം ഭാര്യമാരെ എനിക്കിഷ്ടമാണെന്ന് ലോകത്തിന്റെ മുന്നിൽ മാതൃകയായി പ്രഖ്യാപനം നടത്തി. നമ്മളോട് പറയാണ്, ഈ ദുനിയാവിൽ നിങ്ങൾക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട 3 വസ്തുക്കൾ പറയാൻ പറഞ്ഞാൽ എന്ത് പറയും? എന്താ പറയുന്നത്? ഒന്നാമത്തത് MDMA, ചുണ്ടിനടി വെക്കുന്ന ലഹരി ഐറ്റം. രണ്ടാമത്തത് സണ്ണീലിനെ നേരിട്ട് കാണാൻ പറ്റുമെങ്കിൽ ഒന്ന് മുസാഫഹത്ത് ചെയ്യണമായിരുന്നു. ഇങ്ങനെയുള്ള ആഗ്രഹങ്ങളാണ് ഇപ്പോഴത്തെ ചെറുപ്പക്കാരുടെ ഹാല് പറയാൻ. നമുക്കവിടെ ദീനീപരമായിട്ടുള്ള ചിന്ത എവിടെ? റസൂലുള്ളാഹി പറയുന്നു, ഒന്നാമത്തത് അത്വീബ്, സുഗന്ധം. 2 എന്റെ ഭാര്യമാരെ എനിക്ക് വല്ലാത്ത പ്രിയമാണ്. ആയിഷ സിദ്ദീഖ റളിയല്ലാഹു അൻഹയോട് ചോദിക്കുകയാണ്, കൈഫ കാന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ ഫീ അഹ്ലിഹി, അല്ലാഹുവിന്റെ റസൂൽ വീട്ടിൽ എങ്ങനെയായിരുന്നു എന്ന് ആയിഷ സിദ്ദീഖ റളിയല്ലാഹു അൻഹയോട് ചോദിക്കുമ്പോൾ ആയിഷ ഉമ്മ റളിയല്ലാഹു അൻഹ മറുപടി പറയുകയാണ്, കാന യകൂനു ഫീ മിഹ്നതി അഹ്ലിഹി വഇദാ നാദി മുനാദിഉ ഇലസ്സലാ ഖറജ ഇലൽ മുസല്ലാ. അല്ലാഹുവിന്റെ റസൂൽ തന്റെ കുടുംബത്തെ സഹായിച്ചുകൊണ്ട് സദാ നിലകൊള്ളുമായിരുന്നു, വീട്ടിൽ തന്റെ കുടുംബത്തെ സഹായിക്കുമായിരുന്നു. പള്ളിയിൽ നിന്ന് ബാങ്ക് മുഴങ്ങിയാൽ ഉടനടി പള്ളിയിലേക്ക് ജമാഅത്തിന് വേണ്ടി പോകുകയും ചെയ്യുമേ എന്ന് ആയിഷ സിദ്ദീഖ റളിയല്ലാഹു അൻഹാ. ഭാര്യമാരോട് ഇഷ്ടമുള്ളവർ അങ്ങനെയാണ്. അവിടെ ഇവിടെ റോഡിൽ കറങ്ങി നടക്കല്ല, സ്വന്തം ഭാര്യയുടെ അടുക്കൽ വന്ന് കുടുംബത്തിന്റെ അടുക്കൽ വന്ന് 10 മിനിറ്റ് ചെലവഴിക്കാൻ വേണ്ടി സമയം കണ്ടെത്തും. അപ്പോഴേ ഭാര്യയ്ക്ക് സ്നേഹം ഉണ്ടാവുള്ളൂ. അല്ല വീട്ടിൽ വന്നിട്ട് മൊബൈൽ ഫോണും കളിച്ചോണ്ട് ഇങ്ങനെ തോണ്ടിക്കൊണ്ടിരുന്നു കഴിഞ്ഞാൽ സ്നേഹം വരുമല്ലോ. ചില ആളുകൾ കിടപ്പറയിൽ കയറിയാലും പെണ്ണുങ്ങളോട് ഇന്ന് വർത്താനം പറയും, ഓനും ഇത് തന്നെ വരുവാണ്, മൊബൈലും മക്കളി. എന്നിട്ട് ഇടയ്ക്ക് പറഞ്ഞോട്ടെ, കേൾക്കുന്നുണ്ട്. അവള് പുറവഴി ഇറങ്ങി പോകാതിരുന്നോ കൊള്ളാം, നിന്റെ സ്വഭാവം വെച്ചിട്ട്. പരിപൂർണമായി കേട്ടുകൊടുക്കുന്ന ഒരു സ്വഭാവം ഇന്നത്തെ ചെറുപ്പക്കാർക്കില്ല. പഴയ ഉപ്പമാർക്ക് ഉണ്ടായിരുന്നു, അതുകൊണ്ടാണ് ഇപ്പോഴും ഉമ്മ വീട്ടിൽ തന്നെ ഉള്ളത്. ഇന്നത്തെ ചെറുപ്പക്കാർക്കതില്ല. എന്താണ് ഭാര്യ പറയുന്നത്, അവരുടെ വിഷമങ്ങൾ സങ്കടങ്ങൾ ഒരു 10 മിനിറ്റ് ഫോണൊക്കെ കൊണ്ട് സ്വിച്ച് ഓഫ് ചെയ്ത് മാറ്റി വെച്ചിട്ട് കേൾക്കണ്ടേ? അപ്പോഴല്ലേ ദാമ്പത്യ ജീവിതം റാഹത്താവുള്ളൂ. കാന യകൂനു ഫീ മിഹ്നതി അഹ്ലിഹി, കുടുംബത്തെ സഹായിച്ചുകൊണ്ട് വീട്ടിലുണ്ടാകും. പള്ളി ബാങ്ക് വിളിക്കുമ്പോൾ വീട്ടിൽ നിൽക്കൂല, വേഗം പള്ളിയിലേക്ക് പോകും. നമ്മളോ പള്ളിയുടെ വാതിക്കലുണ്ട്, എന്തായാലും ടൗൺ പള്ളിയുടെ വാതിക്കൽ ഇപ്പുണ്ട്, ബാങ്ക് വിളിക്കുമ്പോൾ വീട്ടിലോട്ട് പോകും. നമ്മൾ നേരെ തലയിരിച്ച ഇഖാമത്ത് കൊടുത്ത് നിസ്കാരമൊക്കെ കഴിയുമ്പോഴത്തേക്കും ടൗണിലോട്ട് ഇറങ്ങും, വീണ്ടും വരികയാണ് സജീവമായി. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വീട്ടിൽ എന്താണ് ഒരു പുരുഷന് ചെയ്യാൻ പറ്റുന്ന ജോലികൾ, അതൊക്കെ അടുക്കളയിൽ ചെയ്യുമായിരുന്നു. അങ്ങനെയാണ്, അടുക്കളയിൽ ചെയ്യും. നമ്മളാണെങ്കിൽ തേങ്ങ ഇങ്ങനെ ചിരണ്ടി ഇട്ടിട്ടുണ്ടെങ്കിൽ അതിങ്ങനെ വായിലോട്ട് വെക്കും. മീൻ വല്ലതും പൊരിച്ചിട്ട് അപ്പുറത്തോട്ടിട്ടുണ്ടെങ്കിൽ അത് കടിച്ചോണ്ടിരിക്കും. എന്തെങ്കിലും തിന്നുകൊണ്ടിരിക്കുന്ന പരിപാടി അല്ലാതെ അവിടെ ഒരു ജോലിയും ചെയ്തു കൊടുക്കില്ല. അതുകൊണ്ടാണ് ഈ ഭാര്യയ്ക്ക് എപ്പോഴും ഒരു ഈർഷ്യത, ദേഷ്യമാണ്, ഉള്ളിലുണ്ട്, പുറത്തു പറയാൻ വരാം. ഇതൊക്കെ ചെയ്തു തരാൻ പറ്റുന്ന ചെറുപ്പക്കാർ വേറെ നിപ്പുണ്ട്. അവനുമായിട്ട് ഫോണിൽ ചങ്ങാത്തം വന്നും പിന്നീട് ആ ബന്ധം വല്ലാതെ വഷളാകും. അല്ലാഹു കാത്ത് സംരക്ഷിക്കട്ടെ. നീ കേട്ടുകൊടുത്തില്ലെങ്കിൽ കേൾക്കാൻ ഇവിടെ ഇഷ്ടംപോലെ കാത് കൂർപ്പിച്ച് വെച്ചുകൊണ്ട് കാമുകന്മാർ, കഴുകന്മാർ നിലകൊള്ളുന്നുണ്ട് രാത്രിയുടെ യാമങ്ങളിൽ. അവർ ഉറക്കമൊളിച്ച് നൽകാൻ ഒരു ചെറിയ മിസ് കോൾ കിട്ടിയാൽ മതി, അപ്പം റെഡിയാവും, സജീവമായിട്ട് നിൽക്കാൻ. അതുകൊണ്ട് നീ കേൾക്കുന്നവനാകണം, ഒരു 10 മിനിറ്റ് മതി. നീ നല്ലതുപോലെ ശ്രമിക്കുന്നവനാകണം ഒരു ഭർത്താവ്. വിഷമങ്ങളും സങ്കടങ്ങളും അല്ലാഹു തൗഫീഖ് തരട്ടെ. ഞാൻ തിരിച്ചു വരുന്നു. എന്തിനാ പറയുന്നത്? വന്നിസാഉ, ഭാര്യമാരെ എനിക്ക് ഇഷ്ടമാണെന്ന് സയ്യിദുനാ റസൂലുള്ളാഹി. മൂന്നാമത് നബിക്ക് ഏറ്റവും പ്രിയമുള്ളത് വഖുറത്തു ഐനി ഫിസ്സലാ ഹയ്യ അലസ്സലാ.
ഹയ്യ അലൽ ഫലാഹ്, നമസ്കാരത്തിലേക്ക് വരൂ, വിജയത്തിലേക്ക് വരൂ എന്ന് അള്ളാന്റെ പള്ളിയിൽ നിന്ന് ശ്രവണ സുന്ദരമായ പാങ്കുലികൾ കടന്നു വന്നാൽ പിന്നീട് അള്ളാഹുവിന്റെ റസൂല് നിലകൊള്ളുന്നത് നിസ്കാരത്തിലാണ്. കാന നബിയു സല്ലല്ലാഹു അലൈഹി വസല്ലം ഇദാ ഹസമഹു അംറുൻ ഫസിഅ ഇലൽ മസ്ജിദി വയുസല്ലി റകഅതൈൻ. അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു നിവേദനം ചെയ്യുന്ന ഹദീസിൽ കാണാം, ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് എന്തെങ്കിലും വിഷമങ്ങളോ പ്രയാസങ്ങളോ വന്നു കഴിഞ്ഞാൽ ഓടുക പള്ളിയിലേക്കാണ്. പരിശുദ്ധ പള്ളിയിൽ ചെന്നുകൊണ്ട് 2 റക്അത്ത് നിസ്കരിക്കുമ്പോ റസൂലുള്ളാഹിന്റെ വിഷമം മാറുകയാ, പ്രയാസങ്ങൾ നീങ്ങുകയാണ്. കാരണം എല്ലാ വിഷമങ്ങളും പ്രയാസങ്ങളും ഇറക്കി വെക്കുന്നത് ഈ ലോകത്തിന്റെ തമ്പുരാന്റെ മുന്നിലാണ്, ജഗന്നിയന്താവിന്റെ മുന്നിലാണ്, പരിപാലകന്റെ മുന്നിലാണ്, സർവേശ്വരന്റെ മുന്നിലാണ്, സർവാധിപതിയുടെ മുന്നിലാണ്. അതുകൊണ്ട് തന്നെ റസൂലുള്ളാഹിയുടെ വിഷമങ്ങളും പ്രയാസങ്ങളും തീരുവയാണ്. ഈ ദുനിയാവിൽ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടതായ 3 വസ്തുക്കളിൽ മൂന്നാമത്തത് അത് നിസ്കാരമാണ്. സയ്യിദുനാ റസൂലുള്ളാഹി. നമുക്ക് നിസ്കരിക്കുന്ന ഇഷ്ടമാണോ അല്ലയോ? തറാവീഹ് പടച്ചവനെ അടുത്തൊന്നും വരല്ലേ റബ്ബേ എന്നും പറഞ്ഞിരിക്കുവോ ഇപ്പോഴേ? അല്ലാഹു നമ്മളെ കാക്കട്ടെ. റമദാൻ വരുമ്പോ തറാവീഹ് അലന്തറ മുതൽ താഴോട്ട് പോകുന്ന ഉസ്താദുമാരുടെ തന്നെ ലിസ്റ്റ് എടുക്കും. അത് തന്നെ ഏറ്റവും നല്ല സ്പീഡിൽ പോകുന്ന ഉസ്താദ് എവിടെ ഉണ്ടെന്ന് നോക്കും. അത് മംഗലാപുരം ടൗൺ വരെ പോകണമെന്നുണ്ടെങ്കിലും കുഴപ്പമില്ല, മംഗളൂർ വരെ പോയേക്കും. ഇവിടുന്ന് ബൈക്ക് എടുത്തുകൊണ്ട് കാര്യമായിട്ട് പോവുക 7:30 ആകുമ്പോഴേ. എവിടെ പോവാൻ? പിന്നെ പള്ളിയിലോട്ട് പോവുക. കാരണം അവിടെ തറാവീഹ് വേഗം 20 മിനിറ്റ് കൊണ്ട് റാഹത്തായിട്ട് തീർക്കുന്ന ഒരു ഉസ്താദ് അവിടെ വന്നിട്ടുണ്ട്. അവിടെ പോയി വേഗം പോയി തറാവീഹ് നിസ്കരിച്ചിട്ട് വരും. അത്ര ആവശ്യക്കാരാണ് എന്ന് പറഞ്ഞാൽ നമുക്ക് മടിയാണ്, അലസതയാണ്. ഇനി ഇവിടെ പള്ളി പോയാൽ തന്നെയോ ചെറുപ്പക്കാരുടെ പരിപാടി എന്താ? റുക്കുയിലേക്ക് പോകുന്നതിന് വരെ മാറിങ്ങനെ നിൽക്കുക, വെളിയിൽ പോയി റുക്കു ആകുമ്പോൾ ഓടി വന്നിട്ട് ഭയങ്കരമായിട്ട് സുബ്ഹാന റബ്ബിയൽ അദീം വബിഹംദിഹി അങ്ങനെ ഒറ്റ പ്രാവശ്യം അവിടെ ചെല്ലി ഇമാമിനോടൊപ്പം റുക്കുയിലെത്തിച്ചാൽ ആ റക്അത്ത് കിട്ടി എന്നുള്ള മസല അമൽ ചെയ്യാത്ത ഒരൊറ്റ ഒരുത്തനില്ല. എല്ലാവരും അത് പഠിച്ചു വെച്ചിട്ടുണ്ട്. വേറെ ഇഷ്ടം പോലെ മസല ഉണ്ട് കർമ്മശാസ്ത്രത്തിൽ, നിസ്കാരത്തിൽ. അതൊന്നും അറിയില്ല. ഈ മസല പഠിക്കാത്ത ഒറ്റ ഒരുത്തനില്ല. എല്ലാവർക്കും അറിയാം, അമൽ ചെയ്തിട്ടുണ്ട്. അത്തഹിയ്യാത്തിൽ വന്നു കൂടിയാല് അവനാ ജമാഅത്ത് കിട്ടി എന്നുള്ള മസല അമൽ ചെയ്യാത്ത ആരെങ്കിലും ഉണ്ടോ? എല്ലാവരും അതിനൊപ്പിച്ച് ഓടി വരിക, ഓടി വന്ന് നേരെ അത്തഹിയ്യാത്തിലോട്ട്. ഒക്കെയല്ലേ നമ്മുടെ തരികിടയാണ്, അതായത് നമുക്കുള്ള അലസതയാണ്. അല്ലാഹു നമ്മളെ കാത്തു സംരക്ഷിക്കണം. ഞാനിപ്പോൾ അങ്ങോട്ട് പോകുന്നില്ല. നിസ്കാരമൊക്കെ പറഞ്ഞത് യൂട്യൂബിലുണ്ട്. നിസ്കാരത്തെ കുറിച്ച് ഞാൻ പറഞ്ഞത് യൂട്യൂബിലുണ്ട്, നിങ്ങളത് കേൾക്കണം. അല്ലാഹു തൗഫീഖ് തരട്ടെ. അപ്പൊ ഞാൻ അങ്ങോട്ട് പോകുന്നില്ല, തിരിച്ചു വരിക. കാരണം ഒരുപാട് പറയേണ്ടി വരും. അതിനെക്കുറിച്ചൊക്കെ ആയത്ത് ഹദീസൊക്കെ ഒരുപാട് ഓതേണ്ടി വരും. അല്ലാഹു നമ്മളെ സാലിഹീങ്ങൾ ചേർക്കട്ടെ, നിസ്കാരമുള്ളവരായി അല്ലാഹു കബൂലാക്കട്ടെ. അപ്പൊ നമ്മുടെ ജീവിതം ചിട്ടപ്പെടാൻ നമ്മുടെ ശുദ്ധി വേണം, നല്ല അത്ർ തേക്കണം, മിസ്വാക്ക് വേണം, പല്ല് നല്ലതുപോലെ ശുദ്ധീകരിക്കണം, വസ്ത്രവിധാനം ശ്രദ്ധിക്കണം, നിർബന്ധമാണ്. നല്ല വസ്ത്രം വേണം. അപ്പൊ അലങ്കാരവും പ്രൗഢിയും കാണിക്കുന്ന വസ്ത്രം. പെരുന്നാളിന് നിങ്ങൾ കളർ വസ്ത്രം ധരിക്കണേ. ഷഫീഉനാ റസൂലുള്ളാഹി. പെരുന്നാളിന് നല്ല കളറുള്ള മഞ്ചുള്ള വസ്ത്രം ധരിക്കണം. അപ്പൊ ഒന്നാമത്തെ വസ്ത്രവിധാനം പറഞ്ഞു, നഗ്നത മറയ്ക്കാനുള്ള വസ്ത്രവിധാനം. ഒന്നുകൂടി നിങ്ങളെ തിരിച്ചു കൊണ്ടുവരുവാൻ, ശ്രദ്ധ തിരിച്ചു കൊണ്ടുവരുവാൻ, നഗ്നത മറയ്ക്കാനുള്ള വസ്ത്രവിധാനം. 2, അലങ്കാരവും പ്രൗഢിയും കാണിക്കാനുള്ള നല്ല അല്പം കൂടി മൊഞ്ചു കൂടിയ വസ്ത്രവിധാനം. അത് പല രീതിക്കുണ്ട്. പെരുന്നാളിനൊരു വസ്ത്രമാണ്, കല്യാണത്തിന് പുതിയാപ്ല ധരിക്കുന്നത് വേറെ വസ്ത്രമാണ്, ആളുകൾക്ക് മുന്നിൽ നമ്മൾ ഇറങ്ങുമ്പോഴത്തേക്ക് നമ്മൾ ധരിക്കുന്നത് വേറെ വസ്ത്രമാണ്, സ്കൂളിലേക്ക് പോകുമ്പോൾ വേറൊരു വസ്ത്രമാണ്. ഇങ്ങനെ സെപ്പറേറ്റ് ആയിട്ട് വസ്ത്രവിധാനങ്ങൾ വിധങ്ങളാണ്. അതൊക്കെ അനുവദനീയമാണ്. ഇസ്ലാം അതൊന്നും ഒരിക്കലും എതിരല്ല. മൂന്നാമത്തെ വസ്ത്രവിധാനം അതാണ് ഏറ്റവും കരണീയമായ വസ്ത്രവിധാനം, അഥവാ ഏറ്റവും ശ്രേഷ്ഠമായ വസ്ത്രവിധാനം. അത് പുരുഷന്മാർക്ക് തൂവെള്ളയാണ്. നബിയുനാ റസൂലുള്ളാഹി. ഏറ്റവും ശ്രേഷ്ഠമായ വസ്ത്രം. മറ്റുള്ള വസ്ത്രം ധരിക്കണ്ട എന്നല്ല ഈ പറഞ്ഞതിന്റെ അർത്ഥം. മറ്റുള്ളത് ധരിച്ചോ, അതൊക്കെ അനുവദനീയമാണ്. പക്ഷെ ഏറ്റവും ശ്രേഷ്ഠതയുള്ളത് ഇന്നതാണ്. അത് ഖുർആൻ എടുത്തു പറയാം. അതാണ് മൂന്നാമത്തത്. ഇതാ കേട്ടോ. വലിബാസു തഖ്വാ ദാലിക ഖൈർ. തഖ്വയുള്ളതാകുന്ന, മതബോധമുണ്ടാകുന്ന, മതനിഷ്ഠയുള്ളതാകുന്ന വസ്ത്രവിധാനം, അഥവാ പുരുഷന്മാർക്ക് തൂവെള്ളയാകുന്ന വസ്ത്രവിധാനം, ദാലിക ഖൈർ, അത് ഏറ്റവും കരണീയമാണ്, ഉത്തമാണ് എന്ന് വിശുദ്ധമായ ഖുർആൻ. നബിയനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞില്ലയോ, അഹബ്ബു സിയാബി ഇലല്ലാഹി അൽ ബയാദ്.
അള്ളാഹുവിന് ഏറ്റവും ഇഷ്ടപ്പെട്ടതായ വസ്ത്രം അത് വെള്ളയാണ്, വെള്ളയാണ്. എന്തുകൊണ്ടാണ് ആലിമീങ്ങൾ, എന്തുകൊണ്ടാണ് ഉലമാക്കൾ, ഉമറാക്കൾ, മുതഅല്ലിമീങ്ങൾ അവരുടെ ശരീരത്തിലേക്ക് വെള്ള വസ്ത്രം ചേർത്ത് വെച്ചിരിക്കുന്നത്? അള്ളാഹുവിന്റെ റസൂലിന് പ്രിയമുള്ള വസ്ത്രം മാത്രമല്ല, ഈ ലോകത്തിന്റെ തമ്പുരാനായ ജഗന്നിയന്താവായ അള്ളാഹുവിന് ഏറ്റവും ഇഷ്ടപ്പെട്ടതായ വസ്ത്രം അത് വെള്ളയാണ്, വെള്ളയാണ്. അത് ശുഭവസ്ത്രമാണ്. നോക്കൂ നിങ്ങൾ, ആ വസ്ത്രം വെള്ള വസ്ത്രമാണ് എന്ന് റസൂലുള്ള പരിചയപ്പെടുത്തിയപ്പോൾ അതിനൊരു പ്രത്യേകതയുണ്ടെന്ന് മനസ്സിലാക്കി ശാസ്ത്രം അതിനെക്കുറിച്ച് ഗവേഷണം നടത്തി. അവസാനം അവർ കണ്ടെത്തി, വെള്ള വസ്ത്രം ധരിക്കുന്നവന്റെ മേൽ സൂര്യാഘാതം ഏൽക്കൂല. സൂര്യന്റെ കടുത്ത ചൂട് ആർക്ക് ഏൽക്കൂല? വെള്ളവസ്ത്രം ധരിക്കുന്നു. ഒരു മുത്തല്ലിമിന്റെ മേത്ത് പൊള്ളലേറ്റു എന്ന് പറഞ്ഞിട്ടുണ്ടോ? വെള്ളവസ്ത്രം ധരിച്ച് നടക്കുമ്പോൾ എവിടെങ്കിലും കേട്ടിട്ടുണ്ടോ? വായിച്ചിട്ടുണ്ടോ? വെള്ള വസ്ത്രം ധരിക്കുന്നവന്റെ മേൽ സൂര്യാഘാതമേൽക്കൽ ഉണ്ടാവൂല എന്ന് പറഞ്ഞാൽ വളരെ കുറവായിരിക്കുമെന്ന് അർത്ഥം. ഇപ്പൊ ശാസ്ത്രം കണ്ടുപിടിച്ചിരിക്കുക. കാരണം എന്താ? നിബിധങ്ങൾ പറഞ്ഞ വാക്കിന് എന്തോ സംഭവം ഉണ്ട്. അതുകൊണ്ട് അവരത് പഠിക്കാൻ തയ്യാറായി. പഠിച്ചു നോക്കിയപ്പോൾ വെള്ള വസ്ത്രത്തിന്റെ പ്രത്യേകത അതാണ്. ഒന്ന്. രണ്ട്, മഹാന്മാര് പഠിപ്പിക്കുന്നു, ഒരഴുക്ക് പറ്റിയാൽ വേഗം കണ്ടുപിടിക്കാൻ പറ്റും. ആളുകളല്ലേ തന്നെ അഴുക്കുണ്ടോ നോക്കി നടക്കുക മുലിയറമേത്ത്. അപ്പൊ ഇങ്ങനെ നോക്കുമ്പോൾ വേഗം ഒരു അഴുക്കുണ്ട്, മുലിയരെ അഴുക്കിരിക്കും. അപ്പൊ വേഗം തന്നെ അത് റെഡിയാക്കും അല്ലെ? ചെറിയൊരു അഴുക്ക് പറ്റിയാൽ വേഗം തന്നെ എന്താവും? കഴുകി ശുദ്ധീകരിക്കും. ബാക്കിയുള്ള കളറൊക്കെ ഇട്ടുകൊണ്ടിരിക്കുന്നത് എന്താ കുഴപ്പം? നല്ല ഫോഗിന്റെ സാധനമുണ്ട്, അതിങ്ങോട്ട് വാങ്ങിച്ചിട്ട് നല്ലപോലെ അടിക്കുക. മേത്ത് മൊത്തം അടിച്ച് കക്ഷത്തൊക്കെ അടിച്ചു വെച്ചിട്ട് ഡ്രസ്സിലോട്ടും അടിച്ചു വെച്ച് ഇതിങ്ങനെ തേച്ച് വിസിരി ഇടുക. പിറ്റേ ദിവസം ഇടും, 3 ദിവസം ഇടും, 5 ദിവസം ഇട്ടുകൊണ്ട് കിടക്കുക. കളർ ജോഡി വല്ല കുഴപ്പമുണ്ടോ? ആരും അറിയുന്നില്ല, അഴുക്കറിയുന്നില്ല. അവസാനം ഇത് ഉമ്മ ഇട്ട് കൊണ്ട് തിരുമ്പുമ്പോൾ കഴുകുമ്പോഴാണ് വാഹുവേ ഇതെന്താ സംഭവം ഇതിനകത്ത് ഇറങ്ങി വരുന്നത്. അപ്പോഴാണ് ഇവര് മനസ്സിലാക്കുന്നത് ഇത് കഴുകലനില്ല. ചില ചെറുപ്പക്കാരുടെ അവസ്ഥയായി പറയുന്നത് 3-4 ദിവസമൊക്കെ പാൻറ് ഇട്ടുകൊണ്ട് നടക്കാൻ, അതുപോലെ ജീൻസ് ഇട്ടുകൊണ്ട് നടക്കാൻ, ഷർട്ട് ഇട്ടുകൊണ്ട് നടക്കാൻ, ടീഷർട്ട് ഇട്ടുകൊണ്ട് നടക്കാൻ ഒരു കുഴപ്പമില്ല. ഉമ്മ പറഞ്ഞിട്ടുണ്ടോ മോനെ ഇങ്ങനെ താനാ കഴുകാൻ? കൊടുക്കൂല. കാരണം അഴുക്കറിയുന്നില്ല, പുറത്ത് കാണുന്നില്ല. വെള്ളയാകുമ്പോൾ ഡെയിലി മാറേണ്ടി വരും, ഇല്ലെങ്കിൽ ആൾക്കാരത് ശ്രദ്ധിക്കും, അഴുക്ക് നോട്ട് ചെയ്യും. മനസ്സിലായോ? അപ്പൊ അതുകൊണ്ട് തന്നെ എന്താകും? വസ്ത്രത്തിൽ വിശുദ്ധി ഉണ്ടാകും, അതിലൂടെ തന്നെ ശരീരശുദ്ധി ഉണ്ടാകും. അള്ളാഹു തൗഫീഖ് നൽകട്ടെ. ചെറുപ്പക്കാരായ ആളുകളെ കണ്ടിട്ടില്ലേ? എത്രയോ ചെറുപ്പക്കാർ പാൻസ് ധരിക്കുന്നു, നെരിയാണിക്ക് താഴെ ധരിക്കരുത് എന്നുള്ള വിശുദ്ധ ഇസ്ലാമിന്റെ അധ്യാപനത്തെ കാറ്റിൽ പറത്തിയിട്ട് ധരിക്കുന്നവർ, ചെരുപ്പിന്റെ അടിയിലേക്ക് തിരികെ വെച്ചുകൊണ്ട് നിസ്കരിക്കുന്നവർ, അല്ലെങ്കിൽ ആ രീതിയിൽ നടക്കുന്നവർ, ആ ചെരുപ്പ് അടിയിലേക്ക് തിരികെ വെച്ചുകൊണ്ട് തന്നെ ടോയ്ലറ്റിനുള്ളിൽ പോയി, ബാത്റൂമിനുള്ളിൽ പോയി അവിടുത്തെ നജസുകൾ പറ്റിച്ചുകൊണ്ട് പള്ളിയിൽ വരുന്ന സമയത്ത് മടക്കി 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 അതിങ്ങനെ മുകളിലേക്ക് വെക്കാൻ, അവ ബാക്കിയുള്ള ഭാഗം കൂടി നജസാക്കാൻ. അവന്റെ വസ്ത്രം നജസായി, അവന്റെ ശരീരം നജസായി, അവൻ പോയി നിസ്കരിക്കുന്ന മുസല്ലി നജസായി, മൊത്തം ഹറാബാകുക. നിസ്കാരം എന്തായാലും പോയി. കാരണം ഷാഫി മദ്ഹബിൽ വസ്ത്രത്തിന്റെ വിശുദ്ധി അനിവാര്യമാണ്, നിബന്ധനയാണ്. സ്ഥലത്തിന്റെ ശുദ്ധി അനിവാര്യമാണ്, ശരീരത്തിന്റെ ശുദ്ധിയും നിബന്ധനയിൽപ്പെട്ടതാണ്. ഇത് 3 നഷ്ടപ്പെടുകയാണ് ഇവന്റെ ഒറ്റ ചെയ്തിയിലൂടെ. അതുകൊണ്ട് തന്നെ ഉമ്മമാർക്കറിയാം, ഭാര്യമാർക്കറിയാം, ചില ഭർത്താക്കന്മാരുടെ അല്ലെങ്കിൽ ചില മക്കളുടെയൊക്കെ പാൻസ് അല്ലെങ്കിൽ അവരുടെ ജീൻസ് കഴുകുമ്പോൾ അതിന്റെ അടിഭാഗം നോക്കുമ്പോൾ കട്ട അഴുക്കാണ്, മൊത്തം ചെളി പിടിച്ചിരിക്കുക. കാരണം എന്താ? നെരിയാണിക്ക് താഴെ ഇങ്ങനെ കൊണ്ടുവന്നിട്ട് ജീൻസ് ഇങ്ങനെ ഇറക്കി വെച്ചിട്ടില്ല. എന്നിട്ട് അവൻ കാര്യമായിട്ട് നിസ്കരിക്കാൻ നിൽക്കുമ്പോൾ ഇങ്ങനെ മടക്കി വെക്കും. നിസ്കാരം ശരിയാവൂല. അള്ളാഹു നമ്മളെ കാത്തു സംരക്ഷിക്കട്ടെ. നെരിയാണിക്ക് താഴെ വസ്ത്രം ധരിക്കുന്നവന്റെ നിസ്കാരം ശരിയാകൂല. ഹബീബ് റസൂലുള്ളാഹി, ഹദീസാണ്, ഞാൻ വെറുതെ പറഞ്ഞതല്ല. നബിയനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുകയാണ്, ഇന്നല്ലാഹ ലാ യഖ്ബലു സ്വലാത്ത റജുലിൻ മുസ്ബിലിൻ ഇസാറാ. നെരിയാണിക്ക് താഴെ വസ്ത്രം ധരിക്കുന്നവന്റെ നമസ്കാരം അല്ലാഹു സ്വീകരിക്കില്ല എന്ന് നബിയുനാ റസൂലുള്ളാഹി. ഇത് കേൾക്കുമ്പോ ചില ചെറുപ്പക്കാര് ധരിക്കുന്നത്, അവർ നിസ്കരിക്കുന്ന സമയത്ത് അല്പമൊന്ന് മുണ്ട് ഉയർത്തി കൊടുക്കാറുണ്ട്, തുണി അല്പം ഉയർത്തി കൊടുക്കാറുണ്ട്, ചിലർ പാന്റ് അല്പമൊന്ന് മടക്കി വെക്കാറുണ്ട്. അവരുടെ ധാരണ നിസ്കരിക്കുമ്പോൾ താഴ്ത്തിയിടുന്നവരെ കുറിച്ചാണ് ഈ ഹദീസ് എന്നാണ്. എന്നാൽ ഈ ഹദീസ് വിശദീകരിച്ചുകൊണ്ട് ഇമാം നവവി തങ്ങൾ രേഖപ്പെടുത്തുകയാണ്, അല്ല കൂട്ടരെ, നിസ്കരിക്കുന്നവരെ കുറിച്ച് മാത്രമല്ല, നിസ്കരിക്കാത്ത സന്ദർഭത്തിലും ഈ രീതിയിലാണ് നീ വസ്ത്രം ധരിക്കുന്നത് എങ്കിൽ അവന്റെ നമസ്കാരം അല്ലാഹു സ്വീകരിക്കില്ല. അതാണ് ഹദീസിന്റെ അർത്ഥം. മനസ്സിലായില്ല? നിസ്കരിക്കുന്ന സന്ദർഭത്തിൽ ചില ആളുകൾ എന്ത് ചെയ്യാറുണ്ട്? ഇഖാമത്ത് കൊടുക്കുമ്പോഴത്തേക്കും അണ്ടർവെയറിന്റെ വള്ളിയൊക്കെ പിടിച്ചിട്ട് ഇങ്ങനെ റാഹത്തായിട്ട് മേലോട്ട് കയറ്റി കൊണ്ടുപോകാം. കാര്യമായിട്ട് ഡ്രൈവിംഗ് ലൈസൻസ് എടുക്കണം മേലോട്ട്, എന്നിട്ട് കാര്യമായിട്ട് പൊക്കളിന്റെ മേളിൽ കൊണ്ട്, എന്നിട്ട് ചിലർ പാൻറ്റൊക്കെ മടക്കി ഒതു കൊടുക്കുമ്പോഴേ പാൻറ്റിന്റെ മേൽ ഇങ്ങനെ മടക്കുന്നല്ലേ അതിന് പറയാം, ഇങ്ങനെ കയറ്റി വെക്കും. എന്താ കാര്യം? അവന്റെ ഉദ്ദേശം എന്താ? അവന്റെ മനസ്സിലെന്താ? കരിക്കാൻ നിൽക്കുമ്പോൾ നെരിയാണിക്ക് മേളി വരണമെന്നുണ്ട്. അപ്പൊ അത് കറക്റ്റ് ചെയ്താണ്.
അവൻ ഈ ഹദീസ് ശരിക്കും മനസ്സിലാക്കിയിട്ടില്ല. ഇവിടെ ഹദീസ് എങ്ങനെയാ പറഞ്ഞത്? ഇന്നല്ലാഹ ലാ യഖ്ബലു സ്വലാത്ത റജുലിൻ വഹുവ മുസ്ബിലുൻ ഇസാറ എന്നൊരു വാവ് ഹലിയാക്കിയിട്ട് നിസ്കരിച്ചുകൊണ്ടിരിക്കുന്ന സന്ദർഭത്തിൽ നിര്യാണിക്ക് താഴെ വസ്ത്രം ധരിക്കുന്നവന്റെ നിസ്കാരം ശരിയാകൂല എന്നല്ല ഹദീസ് ഉള്ളത്. പിന്നെ എങ്ങനെയാ ഹദീസ് ഉള്ളത്? ഇന്നല്ലാഹ ലാ യഖ്ബലു സ്വലാത്ത റജുലിൻ മുസ്ബിലിൻ ഇസാറ, നിര്യാണിക്ക് താഴെ വസ്ത്രം ധരിക്കുന്നവന്റെ നിസ്കാരം അല്ലാഹു സ്വീകരിക്കില്ല. അത് നിസ്കാരത്തിലായിരുന്നാലും അല്ലെങ്കിലും ആണ് പഠിക്കേണ്ടത്. അപ്പൊ ഒരു കാര്യത്തെ തീരുമാനമായി. എന്താണത്? ഇതുവരെ നിസ്കരിച്ച മുഴുവൻ വെള്ളത്തിലാന്നുള്ളത് ആ കാര്യത്തിൽ തീരുമാനമായി. അള്ളാഹു നമ്മളെ കാത്ത് സംരക്ഷിക്കട്ടെ. ഇതൊക്കെ നിസ്സാരമായൊരു കാര്യമല്ല. നമ്മളൊരു വാഴ് കഴിഞ്ഞ് പോകുമ്പോൾ നമ്മുടെ ജീവിതത്തിൽ ഉപകരിക്കുന്ന എന്തെങ്കിലും ഒന്ന് ലഭിക്കണം. ഇതിനാണിത് പറയുന്നത്. ഇന്നത്തെ തലമുറകളെ ശ്രദ്ധിക്കാതെ പോവാൻ. കാരണം പഴയ കാലഘട്ടങ്ങളിൽ നമ്മൾ ഷർട്ടും അതുപോലെ തന്നെ പാൻസും ഒക്കെ നമ്മൾ സ്വന്തമായി തയ്പ്പിക്കുമായിരുന്നു. 200 കൊടുത്ത് 500 കൊടുത്ത് തയ്യക്കൂലി കൊടുക്കും. എന്നാ പരിപാടിയല്ല, നേരെ കടയിലോട്ട് ചെല്ലുന്നു. 500-നും 400-നും 300-നും 1000-നും ഒക്കെ നമ്മൾ എന്ത് ചെയ്യുക? റെഡിമെയ്ഡ് സാധനം വാങ്ങാൻ. ഇതങ്ങോട്ട് ഇടുമ്പോൾ തന്നെ കറക്റ്റായിട്ട് ഇവന് കയറുന്നില്ല, ഫിറ്റാകുന്നില്ല. പുരുഷന്റെ നഗ്നത എവിടം മുതൽ എവിടം വരെ ഒന്നാമത്തെ വസ്ത്രവിധാനത്തിന്റെ വിഷയത്തിൽ നമ്മൾ പഠിക്കേണ്ടതാണ്. എവിടം മുതൽ എവിടം വരെയാണ്? പൊക്കിൾ, മുട്ടുപൊക്കിൾ ഉൾപ്പെടെ മറച്ചിരിക്കണം. മുട്ടും മറച്ചിരിക്കണം, പൊക്കിളും മറച്ചിരിക്കണം. നമ്മൾ ഈ റെഡിമെയ്ഡ് സാധനം വാങ്ങി പാൻസ് ഒക്കെ വാങ്ങി ഇടുമ്പോഴത്തേക്കും പൊക്കിളിന്റെ താഴ്ഭാഗത്താണ് മിക്കരുടെ നിൽക്കുന്നത്. എന്നിട്ട് അതിനെ അഡ്ജസ്റ്റ് ചെയ്യാൻ ചിലർ ഷർട്ട് വാങ്ങും. ആ ഷർട്ട് തന്നെ ചിലരുടെ ഇറക്കയില്ല. എന്നിട്ട് റുക്കോയിൽ നിന്ന് സമീഅല്ലാഹു ലിമൻ ഹമിദ പറഞ്ഞിട്ട് ചില ചെറുപ്പക്കാർ ഇങ്ങനെ 2 കൈയും പിടിച്ചിട്ട് ഈ വലിയ ഇതിന് ഇറക്കം കൂട്ടുകയാണ്. എങ്ങനെ ഇറക്കം കൂട്ടും? ഇറക്കം എങ്ങനെ കൂടാനാണ്? ഇറക്കം ഇല്ലാത്ത സാധനം കിട്ടാൻ വേണ്ടി മംഗലാപുരം റെയിൽവേ സ്റ്റേഷന്റെ വാതിക്ക് അവന് 50 വട്ടം കറങ്ങി കിടന്നു. 35ാമത്തെ തവാഫിലാണ് ലാസ്റ്റ് അത് കിട്ടിയത്. 100 രൂപയ്ക്ക് 3 എണ്ണം കിട്ടി. ആ ബനിയം വാങ്ങിച്ചുകൊണ്ട് വന്നിരിക്കുക. എന്നിട്ട് അത് ഇട്ടിട്ട് ഇത്രേ ഉള്ളൂ. അത് പിന്നെ അവനിങ്ങനെ ഇറക്കം കൂട്ടാൻ നോക്കുക സമീഅല്ലാഹു ലിമൻ ഹമിദ പറഞ്ഞിട്ട്. കാരണം അവന് തന്നെ അറിയാം റുക്കോയിൽ പോയപ്പോഴത്തേക്കും ചില ഭൂഖണ്ഡങ്ങൾ പിന്നിൽ നിൽക്കുന്നവർ കണ്ടുപോയി. അതുകൊണ്ട് ഇവനെ അറിയാം. അതുകൊണ്ട് ഇവനെ എന്ത് ചെയ്യും? ഇവനീ പിടുത്ത കാര്യമായിട്ട് 3 പ്രാവശ്യം അടുപ്പിച്ച് അനങ്ങിയാൽ നിസ്കാരം ബാത്തിലാണ് ശാഫി മദ്ഹബിൽ. ഞാൻ ഈ പറയുന്നതൊക്കെ മസലയാണ്, ശ്രദ്ധിക്കണം. ഈ പിടുത്തം ഇങ്ങനെ കൊണ്ട് നിസ്കാരം ബാത്തിലാവോ ഇല്ലയോ? നിങ്ങൾ തന്നെ പറയും. നിസ്കാരം ബാത്തിലാണ്. മാത്രമല്ല റുക്കൂ ചെയ്തപ്പോഴേ ബാത്തിലായിട്ടുണ്ട്. കാരണം ഇവന്റെ പിൻഭാഗം വെളിവായിട്ടുണ്ട്. പൊക്കിളിന്റെ താഴോട്ടുള്ള ഭാഗം പുറകുവശത്ത് നിന്ന് വെളിവായിട്ടുണ്ട്. കാരണം ഇട്ടിരിക്കുന്ന ഷർട്ട് മേലോട്ട് കയറി വന്നു, ബനിയൻ കയറി വന്നു, പൃഷ്ഠഭാഗം വെളിവായിരിക്കാൻ. ചെറുപ്പക്കാർ ശ്രദ്ധിക്കണം. ഇനി അകത്ത് ബനിയൻ ഇട്ടിട്ട് ഇഞ്ച് ചെയ്യുന്ന ആളുകളുണ്ട്, അകത്തോട്ട് തിരികെ വെക്കുന്നവരുണ്ട്. അങ്ങനെയുള്ള ആളുകൾക്കാണ് ഇത് കുഴപ്പമില്ല, പുറത്തേക്ക് വരുന്നില്ല. അങ്ങനെയാണെങ്കിൽ അതിന്റെ മുകളിൽ ഒരു ഷർട്ട് ഇട്ടു, അവർക്ക് പുറത്തോട്ടൊന്നും കാണുന്നില്ല എങ്കിൽ ഓക്കെ. അങ്ങനെയുള്ളവർ വളരെ കുറവാണ്. ഈ റെഡിമെയ്ഡ് സാധനങ്ങളൊക്കെ വാങ്ങുമ്പോൾ ശ്രദ്ധിക്കേണ്ട ഒരു വിഷയമാണ് ഞാൻ ഈ പറഞ്ഞത്. ഇവിടെ ഇറക്കം ഇല്ലതാനും, എന്നാൽ താഴോട്ട് നല്ല ഇറക്കമാണ്. കാലിന്റെ താഴോട്ട് നല്ല ഇറക്കം. ഇപ്പോഴത്തെ മോഡേൺ ഇറങ്ങുന്ന മുഴുവൻ സാധനങ്ങളും അങ്ങനെ തന്നെയാണ്. അതങ്ങനെ തന്നെ കിട്ടുന്ന സന്ദർഭത്തിൽ അതിനെ ഒന്നിലെ തയ്ച്ച് വൃത്തിയാക്കി മുറിച്ച് മാറ്റി വെച്ചോണം. നിര്യാണിക്ക് മുകളിൽ നിർബന്ധമാണ്. ഇല്ലെങ്കിൽ നിസ്കാരം ശരിയാവൂല. ഇല്ലെങ്കിൽ അത് മടക്കി അങ്ങനെ തന്നെ ധരിച്ചോണം. നിസ്കാരം കഴിയുമ്പോഴത്തേക്കും താത്തിയിടുന്ന ഒരു ശീലം ഉണ്ടായാൽ, ഇതൊക്കെ ആലിമീങ്ങൾ പറയാനുള്ള ദീനങ്ങ് പറയാണ്. അമൽ ചെയ്യുന്നത് അവനവന്റെ സ്വഭാവം പോലെ ഇരിക്കും. എങ്കിലേ നമ്മൾ രക്ഷപ്പെടുകയുള്ളൂ. അള്ളാഹു നമ്മളെ കാത്തു സംരക്ഷിക്കട്ടെ. ഇല്ലെങ്കിൽ വാങ്ങിച്ചു കൊടുക്കുന്ന രക്ഷിതാക്കളും പെടും. വാങ്ങിച്ചു കൊടുക്കുന്ന രക്ഷിതാക്കളും നബീന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞില്ലയോ, ഇന്നല്ലാഹ ലാ യൻദുറു ഇലാ സലാസത്തുൻ ലാ യുകല്ലിമുഹും അല്ലാഹു യൗമൽ ഖിയാമ വലാ യൻദുറു ഇലൈഹിം വലാ യുസക്കീഹിം വലഹും അദാബുൻ അലീം. നബീന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഉറപ്പെടുത്തുകയാണ്, 3 കൂട്ടർ ശ്രദ്ധിക്കണേ. ലാ യുകല്ലിമുഹും അല്ലാഹു യൗമൽ ഖിയാമ. ആ 3 കൂട്ടരിലേക്ക് അല്ലാഹു കാരുണ്യത്തിന്റെ നോട്ടം നോക്കൂല. സ്വഹാബാ വലാ യൻദുറു ഇലൈഹിം വലാ യുസക്കീഹിം. അവരോട് അല്ലാഹു മാന്യമായ സംസാരം നടത്തുകയില്ല, അവരെ അല്ലാഹു പരിശുദ്ധിപ്പെടുത്തുകയുമില്ല. വലഹും അദാബുൻ അലീം. വേദനാജനകമാകുന്ന ശിക്ഷയാണ് അവർക്കുള്ളത്. സ്വഹാബാ ഉടനെ സ്വഹാബത്ത് നബിയോട് ചോദിക്കുകയാണ്, മൻഹും യാ റസൂലല്ലാഹ്. നബിയേ ആരെ കുറിച്ചാണ് പറയുന്നത് റസൂലേ? ഒന്ന് പറഞ്ഞു തരുമോ ഹബീബേ? നന്ദാവരയിലുള്ള പ്രിയപ്പെട്ട ഉമ്മമാരെ, പ്രിയപ്പെട്ട ഉപ്പമാരെ, നിങ്ങൾ കേൾക്കണേ, പഠിക്കണേ. അല്ലാഹുവിന്റെ റസൂല് പറയുകയാണ്, അൽ മുസ്ബിലു, നെയ്യാണിക്ക് താഴെ വസ്ത്രം താഴ്ത്തിയിടുന്ന
വീഴുന്ന പുരുഷന്മാരാണ്. പുരുഷന്റെ വസ്ത്രവിധാനത്തെ കുറിച്ചാണ് പറയുന്നത്. അല്ലാഹുവിന്റെ റസൂൽ പറയുകയാണ്, നെരിയാണിക്ക് താഴെ വസ്ത്രം ധരിക്കുന്ന പുരുഷന്മാരുണ്ട്, അവർ നരകവുമായി ബന്ധപ്പെട്ടതായ ആളുകളാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല കാരുണ്യത്തിന്റെ തിരുനോട്ടം അവരിലേക്ക് നോക്കുകയില്ല. സഹാബ അവരോട് മാന്യമായ ഭാഷണം അല്ലാഹു നടത്തുകയേ ഇല്ല. തീർന്നില്ല. രണ്ടാമത്തെ കൂട്ടരാരെന്നറിയുമോ? പാവങ്ങളുടെ കണ്ണീരപ്പിയിട്ട്, നിരാലംബർക്ക് അവലംബമായിട്ട്, നിരാശ്രയർക്ക് ആശ്രയത്വം കൊടുത്തിട്ട്, പാവപ്പെട്ട പെൺകുട്ടികളുടെ വിവാഹത്തിന് വേണ്ടുന്ന ധനസഹായങ്ങൾ നൽകിയിട്ട്, പള്ളിക്ക് വേണ്ടി സഹായം കൊടുത്ത്, മദ്രസയ്ക്ക് വേണ്ടി സഹായം കൊടുത്ത്, ഞാനൊന്നും ആരോടും പറയില്ല എന്ന് അവരുടെ മുന്നിൽ വാചാലനായിട്ട് ലോകരോട് മുഴുവനെ പറഞ്ഞു നടക്കുന്നവരെ, ജനങ്ങൾക്ക് കൊടുത്ത നന്മകൾ, ജനങ്ങൾക്ക് കൊടുത്ത സദഖകൾ എടുത്തു പറഞ്ഞുകൊണ്ട് നടക്കുന്നതായ ആളുകളില്ലയോ, അവർക്ക് അല്ലാഹുവിന്റെ തിരുനോട്ടമേ ഇല്ല എന്ന് ഹബീബുനാ ശഫീഉനാ റസൂലുള്ളാഹി. തീർന്നില്ല. മൂന്നാമത്തെ കൂട്ടരാരെന്നറിയുമോ? വൽ മുൻഫിഖു സലഅതഹു ബിൽ ഹലിഫിൽ കാദിബ്. കള്ളസത്യം ചെയ്തുകൊണ്ട് സാധനങ്ങളെ വിറ്റഴിക്കുന്നതായ ആളുകളില്ലയോ, ഇത് ഫസ്റ്റ് ക്വാളിറ്റി ഇവിടെ അടക്കയാണെന്ന് പറഞ്ഞുകൊണ്ട് സെക്കൻഡ് ക്വാളിറ്റി ഉള്ള സാധനം വിൽക്കുന്നവരെ, സാധന സാമഗ്രികൾ വിൽക്കുന്നവരെ, അത് മാംസമായിരുന്നാലും, അത് മത്സ്യമായിരുന്നാലും, അത് പച്ചക്കറിയായിരുന്നാലും, അത് അരിയായിരുന്നാലും, ഏത് വിഭവമായിരുന്നാലും, അത് ഈത്തപ്പഴമായിരുന്നാലും, അത് കാരക്കയായിരുന്നാലും, അത് കേവലം വാട്ടർ ബോട്ടിലുള്ള വെള്ളമായിരുന്നാലും, വൽ മുൻഫിഖു സലഅതഹു ബിൽ ഹലിഫിൽ കാദിബ്. ബന്ധാവരയിലുള്ള കച്ചവടക്കാരോട് സ്നേഹത്തോടുകൂടി കുമ്മനമസാദ് ഓർമ്മപ്പെടുത്തുക അല്ല, അല്ലാഹുവിന്റെ റസൂലിന്റെ അധ്യാപനമാണ്. കള്ളസത്യം ചെയ്തുകൊണ്ട് ഫസ്റ്റ് ക്വാളിറ്റി ഉണ്ട് എന്ന് പറഞ്ഞുകൊണ്ട് ക്വാളിറ്റി ഇല്ലാത്ത സാധനങ്ങൾ, ജീവിതത്തിന്റെ നാനോന്മുഖ മേഖലകൾ സന്തോഷിപ്പിക്കുന്നതിന് വേണ്ടി കച്ചവടം നടത്തുന്നവരെ, ഈ ദുനിയാവിൽ കേവലം 1000-ഓ 10,000-ഓ നിനക്ക് ലാഭം കൊയ്തേക്കാം, എന്നാൽ ആഖിറം നഷ്ടമാണ്. ലാ യുകല്ലിമുഹും അല്ലാഹു യൗമൽ ഖിയാമ. അല്ലാഹു സുബ്ഹാനഹു വ തആല അവരോട് കാരുണ്യത്തോടുകൂടി സംസാരിക്കില്ല. വലാ യുസക്കീഹിം വലഹും അദാബുൻ അലീം. വേദനാജനകമായ ശിക്ഷയാണ് അവർക്കുള്ളത് എന്ന് ഹബീബുനാ ശഫീഉനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. മനസ്സിലായിക്കോ? അല്ലാഹു നമ്മളെ കാത്തു സംരക്ഷിക്കട്ടെ. അതിൽ ആദ്യമായി നബി പറഞ്ഞത് ഏതാ? അതാണ് നമ്മുടെ വിഷയം. ഏതാണത്? അൽ മുസ്ബിലു, നെരിയാണിക്ക് താഴെ വസ്ത്രം ധരിച്ച് നടക്കുന്നവൻ. ശ്രദ്ധിക്കണം. നമ്മളോർക്കത് മറ്റുള്ളവരുടെ കൂടെ ചേർക്കുമ്പോൾ ഇവനിപ്പം എന്താ ഇതിന് മാത്രം വലിയ തെറ്റ് ചെയ്തത്? വസ്ത്രധാരണ നിസ്സാരല്ല. ധരിക്കേണ്ട രീതിയിൽ ധരിച്ചില്ലെങ്കിൽ നരകത്തിലോട്ട് എടുത്ത് ദൂരോട്ട് എറിയും. തുണി ഇല്ലാതെ നടന്നാലും പ്രശ്നമാണ്, തുണി കൊടുക്കുമ്പോൾ ആ രീതി കൊടുത്തില്ലേലും വിഷയം ആണ്. മനസ്സിലാക്കണം. അല്ലാഹുവും റസൂലും പഠിപ്പിച്ചതനുസരിച്ച് ജീവിക്കണം. അതിനപ്പുറം ഇപ്പുറം ചിന്തിക്കരുത്. അവൻ മുഅ്മിനല്ല, അവൻ സത്യവിശ്വാസിയല്ല. ചിലർ പറയും അത് മോഡേൺ അല്ലല്ലോ, ഇന്ന സിനിമാ നടൻ ഉടുക്കുന്നത് നിലത്തൂടെ വലിച്ചടച്ചാണല്ലോ, ഞങ്ങൾ അങ്ങനെയാണ് നടക്കുന്നത്. നമുക്ക് സിനിമാ നടനല്ല റോൾ മോഡൽ. നമ്മുടെ റോൾ മോഡൽ ആരാണ്? ഹബീബ് മുഹമ്മദ് മുസ്തഫ. അനുരാഗത്തിന്റെ അലമാലകൾ കൊണ്ട് ആലിംഗനം ചെയ്ത് ചുടുചുംബനം കൊടുത്ത് കെട്ടിപ്പിടിക്കേണ്ട നേതാവ് ഹബീബ് മുഹമ്മദ് മുസ്തഫ. ആ പ്രവാചകനാണ് പൊന്നുമോനെ നിനക്കുള്ള മോഡൽ, റോൾ മോഡൽ. ആ പ്രവാചകൻ നെരിയാണിക്ക് താഴെ വസ്ത്രം ധരിച്ചിരുന്നില്ല. അതുകൊണ്ട് തന്നെ അത് ഏറ്റവും വലിയ റോൾ മോഡലാണ്, ന്യൂ മോഡലാണ്. അതാണ് എന്നെന്നും കാലികമാകുന്ന മോഡൽ. അങ്ങനെ തന്നെ ധരിച്ചാൽ മതി. അല്ലാഹു തൗഫീഖ് നൽകട്ടെ. ഇന്ന് എന്താ സംഭവിച്ചെന്നറിയോ? ഇന്ന് പുരുഷന്മാരുടെ ആ വസ്ത്രവിധാനം ആര് നടത്താൻ തുടങ്ങി? പെണ്ണുങ്ങൾ നടത്താൻ തുടങ്ങി. സ്ത്രീകളോട് പറഞ്ഞിരിക്കുന്നത് എന്താ? നെരിയാണിക്ക് താഴോട്ട് ധരിക്കണോന്നാ പറഞ്ഞത്. പുരുഷനോട് പറഞ്ഞത് നെരിയാണിക്ക് താഴോട്ട് പോകരുത്. ഇന്നത്തെ പെണ്ണുങ്ങൾ നേരെ തിരിച്ചാൽ അവരെന്തായി? അവര് പുരുഷന്റെ വസ്ത്രവിധാനം അവർ ധരിച്ചു. നഊദു ബില്ലാഹ്. അല്ലാഹു കാത്തു സംരക്ഷിക്കട്ടെ. അല്ലാഹു നമ്മളെ കാത്തു സംരക്ഷിക്കട്ടെ. അല്ലേ? എത്തിയില്ലേ സമൂഹത്തിന്റെ അവസ്ഥ? ഷാഫി ഇല്ലേ ഇവിടെ? ഷാഫി പോയോ? ഉറങ്ങാൻ പോയി. ഇനിയിപ്പോ നാളത്തെ അതിനടുത്ത ദിവസം ആ ബക്കറ്റ് ഒരു കൊണ്ടുവന്നു. അല്ലാഹു നമുക്ക് ബർക്കത്ത് ശരിയാട്ടെ. ബിസ്മില്ലാഹ്. എല്ലാവരും നല്ലൊരു സദഖ അല്ലാഹു തൗഫീഖ് നൽകട്ടെ.
എല്ലാവരും സദഖ കൊടുക്കുക. വേഗം നിർത്താം. ഒരു 11:30 ആകുമ്പോൾ ഇൻഷാ അല്ലാഹ് സലാത്തില്ല. അരമണിക്കൂർ കൂടി ഇരിക്കൂലേ? ഇൻഷാ അല്ലാഹ്. നിങ്ങളുടെ പേരെന്താ? ഇൻഷാ അല്ലാഹ് പറഞ്ഞാലുള്ള പേരെന്താ? ഷുക്കൂറോ? തമീമോ? അമീൻ? റമീസ്. അല്ലാഹു ബർക്കത്ത് ചെയ്യട്ടെ. അങ്ങനെ വേണം. വലാ തഖൂലന്ന ലിശൈഇൻ ഇന്നി ഫാഇലുൻ ദാലിക ഗദൻ ഇല്ലാ അൻ യശാ അല്ലാഹ്. അല്ലാഹു ബർക്കത്ത് ചെയ്യട്ടെ. അല്ലാഹു എല്ലാവരുടെയും ജീവിതത്തിൽ സന്തോഷം നൽകട്ടെ. വേഗം കേട്ടോ. ആ വളയൊക്കെ ഊരിയും കിട്ടിയേക്ക്. ഇനിയിപ്പോൾ അത് വെച്ചോണ്ടിരിക്കണ്ട. വേഗാട്ടെ. ബിസ്മില്ലാഹ്. അൽഹംദുലില്ലാഹ്. നമുക്ക് ആ പള്ളിയുടെ പണി മദ്രസയുടെ പണിയൊക്കെ വേഗം തീർക്കണം. അല്ലാഹു ബർക്കത്ത് ചൊരിയട്ടെ. അർഹമുർറഹീമായ അല്ലാഹുവേ, ഞങ്ങൾ ഈ നൽകുന്ന സദഖകൾ നീ സ്വീകരിക്കണേ അല്ലാഹ്. നിയത്തുകൾ നീ സാധൂകരിക്കണേ അല്ലാഹ്. വിഷമങ്ങൾ പ്രയാസങ്ങൾ മാറ്റി നൽകണേ അല്ലാഹ്. അപകടങ്ങളെ തൊട്ട് ദുരിതങ്ങളെ തൊട്ട് വിപത്തുകളെ തൊട്ട് കാലുപത്തുകളെ തൊട്ട് നീ കാവൽ നൽകണേ അല്ലാഹ്. പാരത്രിക ലോകത്ത് വിജയക്കൊടി പാറിക്കാൻ നീ തൗഫീഖ് നൽകണേ അല്ലാഹ്. കണ്ണീർ വെക്കുന്നവരുടെ കണ്ണീരിനെ തൊട്ട് അസൂയ തൊട്ട് മാരണം ചെയ്യുന്നവരുടെ മാരണങ്ങളെ തൊട്ട് പരിപൂർണമായ കാവൽ നൽകണേ അല്ലാഹ്. ഞങ്ങൾക്ക് നൽകിയിട്ടുള്ള നിഅമത്തുകൾ നിലനിർത്തണേ അല്ലാഹ്. അത് വിശാലമാക്കി അനുഗ്രഹിക്കണേ അല്ലാഹ്. കുടുംബജീവിതം പ്രയാസത്തിലായവരുണ്ട്, സന്തോഷത്തിന്റെ തീരത്തേക്ക് നീ എത്തിക്കണേ അല്ലാഹ്. ദാമ്പത്യ ജീവിതം റാഹത്താക്കാൻ നീ തൗഫീഖ് നൽകണേ അല്ലാഹ്. മക്കളില്ലാതെ നൊമ്പരപ്പെടുന്നവരുണ്ട് റബ്ബേ. ഇവിടെ അടങ്ങിയിരിക്കുന്ന ശൈഖ് അവരുടെ ബറക്കത്ത് കൊണ്ട് സാലിഹത്തുമായ സന്താനങ്ങളെ നീ നൽകി അനുഗ്രഹിക്കണേ അല്ലാഹ്. നൽകിയിട്ടുള്ള മക്കളെ സ്വാലിഹീങ്ങളിൽ ആബിദീങ്ങളിൽ ഹാഫിദീങ്ങളിൽ ചേർത്ത് നീ ഖബൂലാക്കണേ അല്ലാഹ്. അല്ലാഹു നമ്മളെ സ്വീകരിക്കട്ടെ. അല്ലാഹു നമ്മളെ സ്വീകരിക്കട്ടെ. എഴുന്നേറ്റ് പോകുന്നു. അവിടെ ഇരിക്കും. ഉസ്താദ് വേറൊരു കാര്യം പറഞ്ഞു. ഇവിടെ എത്ര പേരെങ്കിലും പ്രസംഗിക്കാൻ കുഴപ്പമൊന്നുമില്ല, നിങ്ങളെല്ലാവരും ഇരിക്കുമെന്ന് പറഞ്ഞു. അപ്പോൾ ഉണ്ട് എഴുന്നേറ്റ് പോകുന്നു. അവിടെ ഇരിക്കല്ലേ. അല്ലാഹു ബർക്കത്ത് ചൊരിയട്ടെ. ശ്രദ്ധിക്കണം ഇവിടെ. അപ്പൊ പുരുഷന്റെ വസ്ത്രവിധാനം മുട്ടുമുക്കൽ ഉൾപ്പെടെ മറച്ചിരിക്കണം. എത്ര പേരത് ശ്രദ്ധിക്കുന്നുണ്ട്? ചില ആളുകൾ ഇങ്ങനെ തുണി മടക്കി കുത്തുന്ന ശീലമാണ് അല്ലേ? ഇങ്ങനെ മടക്കി കച്ച കിട്ടുന്നവര് തൊട കാണിക്കാൻ പാടില്ല. തൊട ഔറത്താണ്. തൊട വെളിവാങ്ങില്ല. ഫഹദ്, നമ്മുടെ തൊടഭാഗം ഔറത്താണ്. അന്യ പുരുഷന്റെ മുന്നിൽ കാണിക്കാൻ പാടില്ല. പുരുഷന്റെ മുന്നിൽ തന്നെ പാടില്ല, പിന്നല്ല സ്ത്രീയുടെ മുന്നിൽ. നമ്മുടെ ഔറത്താണത്, പഴുവാക്കാൻ പാടില്ല. പരിപൂർണമായി മറ പിടിച്ചിരിക്കണം. പുരുഷന്മാരെ ശ്രദ്ധിക്കണം. ചില തോർത്തുകൊണ്ട് വാങ്ങും. തോർത്ത് കുളിക്കാൻ വേണ്ടി തട്ടം. അല്ലാഹ്, അത് വാങ്ങിച്ചിട്ട് ഇങ്ങനെ കൂടെ കെട്ടി ചെറുതാ സാധനം വാങ്ങുന്നത്. മറക്കേണ്ട സാധനം അല്ലാത്ത മറയുന്നുമില്ല. ഇതിങ്ങനെ രണ്ട് സൈഡിൽ നിന്ന് ഒപ്പിച്ചു പിടിച്ചിട്ട് ഇവിടെ നടുക്കിൽ കെട്ടിട്ട് വെച്ചിരിക്കുക. പൊക്കലിന്റെ അവിടെ ഇവിടെ കാണേണ്ട എല്ലാം കണ്ടുകൊണ്ട് കിടക്കില്ലേ? അങ്ങനത്തെ ഐറ്റം എന്ന് പറഞ്ഞാൽ വളരെ ചെറിയ സാധനം വെച്ചിട്ട് ഒപ്പിച്ചുകൊണ്ട് കിടക്കുക. ഇതൊക്കെ നടക്കുന്നതാണ് ഓരോ വീടുകളിൽ. പൈസ കൊടുത്തിട്ട് ഒരല്പം ഒരു 15 രൂപ കൂടുതൽ കൊടുത്താൽ മതി, ഇച്ചിരി വലുത് കിട്ടും. അത് വേണ്ട, നമുക്കിത് ലോക്കൽ ഐറ്റം. അള്ളാഹു നമ്മളെ കാത്ത് സംരക്ഷിക്കണം. അവനവന്റെ ഔറത്ത് വെളിവാകാൻ, എന്നിട്ട് കാര്യമായിട്ട് തോട്ടത്തിൽ പോയിരുന്ന് പണിയെടുക്കാൻ. കാണാനുള്ളവരെല്ലാം കണ്ട്, നാട്ടുകാർ മുഴുവൻ കാണിച്ചു. ക്യാമറയും വെച്ചിട്ടുണ്ട്, CCTV ക്യാമറ. നന്നാക്കാൻ വന്നവൻ ഇത് കണ്ട് ബോധം വിട്ടുപോയി. ഇതൊക്കെ സമൂഹത്തിൽ നടക്കാൻ. അതുകൊണ്ട് വസ്ത്രവിധാനം ശ്രദ്ധിച്ചോണം, നല്ലതുപോലെ ശ്രദ്ധിക്കണം. അള്ളാഹു തൗഫീഖ് തരട്ടെ. മുട്ടുപൊക്കലിനിടയിൽ നിർബന്ധമായി മറച്ചിരിക്കണം. കുളിക്കാൻ കയറുമ്പോഴും മറച്ചിരിക്കണം. തുണിയില്ല എന്ന് കുളിക്കാൻ പാടില്ല. പുരുഷനും പാടില്ല, സ്ത്രീയും പാടില്ല. നഗ്നത മറച്ചിട്ട് വേണം കുളിക്കാൻ. വളരെ ശ്രദ്ധിക്കണേ, അതൊക്കെ ശ്രദ്ധിക്കണം. അതുകൊണ്ട് തന്നെ ഓരോരുത്തർക്കും സ്വന്തമായിട്ട് ഈ പറഞ്ഞ പോലെ ഒരു തോർത്തുമുണ്ട് ഉണ്ടായിരിക്കണം സ്വന്തമായിട്ട്. ഞാൻ അതില്ല, കുടുംബത്തിൽ ഒരാൾക്കുണ്ട്, ആയിക്കോട്ടെ. മറ്റു രോഗങ്ങളോ പകർച്ചവ്യാധികളോ വരാതിരിക്കാനാണ് ഞാൻ പറഞ്ഞത്. സ്വന്തമായിട്ട് ഉണ്ടാവൽ നല്ലതാണ്. അള്ളാഹു തൗഫീഖ് തരട്ടെ. അത് ശ്രദ്ധിക്കണം. ഇതൊക്കെ വളരെ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളാണ്. ഇതൊക്കെ വസ്ത്രവിധാനത്തിൽ വളരെയേറെ ശ്രദ്ധ പുലർത്തണം. ചെറുപ്പത്തിലെ ആ ഒരു ശീലം നമുക്ക് വരണം. ചില ആളുകൾ ഇതിങ്ങനെ മടക്കി കെട്ടു, ഈ പറഞ്ഞ പോലെ കച്ച കെട്ട്, എന്നിട്ട് തൊട വെളിവാക്കാൻ പള്ളിയിൽ പോയി മലമൂത്ര വിസർജനത്തിന് വേണ്ടി കയറുന്നതായിരിക്കും. പള്ളിയുടെ വാതിക്കൽ എത്തുമ്പോഴേ ഹാജരി അത് തലയിലോട്ട് കെട്ടിക്കൊണ്ട് കയറി പോവുക. മൊത്തം ആൾക്കാരും കാണുക. വളരെ ശ്രദ്ധിക്കണം. ഔറത്ത് വെളിവാകുന്ന ഒരു തരത്തിലൊരു പ്രവർത്തനവും പാടില്ല. വളരെ ശ്രദ്ധിക്കണം. എന്നാൽ സ്ത്രീയുടെ വസ്ത്രവിധാനം എങ്ങനെയാണ്? അന്യ പുരുഷന്റെ മുന്നിൽ ഒരു പെണ്ണിനെ സംബന്ധിച്ചിടത്തോളം ശരീരം മുഴുവനും മറക്കണം. നബിയുനാ റസൂലുള്ളാഹി
അതാണല്ലോ ഏറ്റവും കൂടുതൽ. നമ്മൾ പുറത്തേക്ക് ഇറങ്ങിയാൽ പിന്നെ മുഴുവൻ കാണുന്നത് അന്യരാകുന്ന വ്യക്തികളുടെ മുന്നിൽ ശരീരം മുഴുവനും ഒരു പെണ്ണ് മറച്ചിരിക്കണം. അതാണ് വിശുദ്ധ ഇസ്ലാമിന്റെ നിയമം. ഇനിയാണ് നമ്മുടെ വിഷയത്തിലേക്ക് വരുന്നത്, ഹിജാബിന്റെ വിഷയം. നല്ലതുപോലെ ശ്രദ്ധിക്കണേ. ഇനിയാ ശ്രദ്ധിക്കണം. ഇനി ഒരു 15 മിനിറ്റ് നല്ലതുപോലെ ശ്രദ്ധിച്ചു. നബിയനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുകയാണ്, അൽ മർഅതു കുല്ലുഹാ ഔറാ ഇദാ ഖറജത് ഇസ്തശറഫഹ ശൈത്താൻ. നബിയനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഉറപ്പെടുത്തുകയാണ്, ഒരു പെണ്ണ് ശരീരം മുഴുവനും ഔറത്താണ്. അവളുടെ തലയിലെ മുടി മുതൽ കാലിന്റെ നഖം വരെ പരിപൂർണമായി മറക്കൽ നിർബന്ധമാണ്. ഇദാ ഖറജത് ഇസ്തശറഫഹ ശൈത്താൻ. പെണ്ണ് ശരീരത്തിന്റെ നാണം മറയ്ക്കാതെ, നഗ്നത മറയ്ക്കാതെ, മുഖം മറയ്ക്കാതെ ശരീരത്തിന്റെ അവയവങ്ങൾ തുറന്നിട്ടുകൊണ്ട് നടന്നാൽ അവളിലേക്ക് പിശാച് വെളിവാക്കി കാണിക്കുമേ നബിയുനാ റസൂലുള്ളാഹി. ഒരു പെണ്ണ് ശരീരം മുഴുവനും അന്യരിൽ നിന്ന് മറച്ചിരിക്കണം. നബിയനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പരിശുദ്ധമായ മദീന പള്ളിയിലെ മിമ്പറിൽ വെച്ചുകൊണ്ട് തന്നെ പ്രിയപ്പെട്ട അനുയായികളോട് പറയുകയാണ്, സ്വഹാബ സ്ത്രീകളുടെ വസ്ത്രവിധാനം ശ്രദ്ധിക്കണേ. തുർഖി ശിബ്റൻ മിന സൗബി. സ്ത്രീകൾ അവരുടെ നെരിയാണിക്ക് താഴോട്ട് ഒരു ചാൺ വസ്ത്രം കൂടി താഴ്ത്തിയിടണേ എന്ന് ഹബീബുനാ ശഫീഉനാ റസൂലുള്ളാഹി. ശ്രദ്ധിക്കണേ. നിങ്ങൾ ചിരിച്ചും കളിച്ചും സമയം കളയല്ലേ. നന്ദാവരയിലുള്ള പ്രിയപ്പെട്ട ഉമ്മമാരെ, സഹോദരിമാരെ, പഠിച്ചു വെക്കേണ്ട പാഠമാണ്. അല്ലാഹുവിന്റെ റസൂൽ സ്വഹാബത്തിനോട് പറയുകയാണ്, സ്വഹാബ നിങ്ങളുടെ ഭാര്യമാരോട്, ഉമ്മമാരോട്, പെൺമക്കളോട് പറഞ്ഞു കൊടുക്കണേ, തുർഖി ശബറം മിന സൗബി. നെരിയാണിക്ക് താഴോട്ട് ഒരു ചാൺ വസ്ത്രം കൂടി താഴ്ത്തിയിടണേ എന്ന് പറയണേ എന്ന് ഹബീബുനാ ശഫീഉനാ റസൂലുള്ളാഹി. ഉടനെ സ്വഹാബത്തിൽ ചിലർ എഴുന്നേൽക്കുകയാണ്, അല്ലാഹുവിന്റെ റസൂലിനോട് ചോദിക്കുകയാണ്, യാ റസൂലല്ലാഹ്, നബിയേ, ഞങ്ങളുടെ ഭാര്യമാർ ഒട്ടകത്തിന്റെ പുറത്ത് യാത്ര ചെയ്യുന്നവരാണ്. ഞങ്ങൾക്കാകെയുള്ള ഈ മരുഭൂമിയിലുള്ള വാഹനം ഒട്ടകമാണ്, ഇബിലാണ്. ആ ഒട്ടകത്തിന്റെ പുറത്തേക്ക്, ഒട്ടകക്കട്ടിലേക്ക് കയറുന്ന സന്ദർഭത്തിൽ ഒരു ചാൺ വസ്ത്രം താഴ്ത്തിയിട്ടാലും മുകളിലേക്ക് കയറുമ്പോ ഒരുപക്ഷെ കാലിന്റെ താഴ്ഭാഗം കാണാൻ ചാൻസ് ഉണ്ട്. അന്യരാകുന്ന പരപുരുഷന്മാർ ദർശിക്കാൻ ചാൻസ് ഉണ്ട്. എന്ത് ചെയ്യണമെന്ന് അല്ലാഹുവിന്റെ റസൂലിനോട് സംശയം ചോദിക്കുമ്പോ ലോകത്തിന്റെ നായകൻ കൊടുത്ത മറുപടി ശ്രദ്ധേയമാണ്. അല്ലാഹുവിന്റെ റസൂൽ പറയുകയാണ്, ഒരു ചാൺ വസ്ത്രം താഴ്ത്തിയിട്ടിട്ടും അന്യരാകുന്ന പരപുരുഷന്മാർ അവർ ഒട്ടകത്തിന്റെ പുറത്തേക്കും ഒട്ടകക്കട്ടിലേക്കും കയറുമ്പോ അവരുടെ കാലിന്റെ താഴ്ഭാഗം കാണാൻ ചാൻസ് ഉണ്ട് എങ്കിൽ ഒരു മുഴം കൂടി താഴ്ത്തിയിടണേ എന്ന് ഹബീബുനാ റസൂലുള്ളാഹി. ഒരു ചാൺ വസ്ത്രം താഴ്ത്തിയിട്ടിട്ടും ഒട്ടകത്തിന്റെ പുറത്തേക്കോ ഒട്ടകക്കട്ടിലേക്കോ, ഒട്ടകത്തിന്റെ പുറത്ത് കിട്ടുന്ന ഹൗദജ് കൂടാരമുണ്ട്, അതിനാണ് ഒട്ടകക്കട്ടിൽ. അതിന്റെ മുകളിലൊക്കെ കയറിയിട്ടാണ് അവർ സഞ്ചരിക്കുക. ഫുള്ള് മൂടിയിട്ടിട്ട് സഞ്ചരിക്കും. അങ്ങനെ അതിന്റെ മുകളിലേക്കൊക്കെ കയറുമ്പോൾ കാലെടുത്ത് പൊക്കി വെക്കുമ്പോൾ ഒരു പക്ഷേ ഒരു ചാൺ വസ്ത്രം താഴ്ത്തിയിട്ടാലും നമുക്കറിയാം ചിലപ്പോൾ കാലിന്റെ അടിഭാഗം എന്തുണ്ടാവും, കാണാൻ ചാൻസ് ഉണ്ട്. എന്ത് ചെയ്യും നബിയെ? അപ്പൊ നബി എന്താ കൊടുത്ത മറുപടി? അങ്ങനെ കാണാൻ ചാൻസ് ഉണ്ട് എങ്കിൽ ഓരോ മുഴം കൂടി താഴ്ത്തണേ, ഒരു അല്പം മുഴം കൂടി താഴ്ത്തി തുണിയിടണേ നബിയുനാ റസൂലുള്ളാഹി. എന്നാലും എന്തല്ല, കണ്ടോട്ടെ എന്നല്ല പറഞ്ഞത്, കാണാൻ പാടില്ല ആണ് മനസ്സിലാക്കാൻ. പെണ്ണിന്റെ കാലിന് നഖം പോലും അവരുടെ ശരീരത്തിന്റെ ഔറത്താണ്, അന്യരിൽ നിന്ന് കാണാൻ പാടില്ല. പരിശുദ്ധമായ ഖുർആനിലൂടെ അല്ലാഹു സുബ്ഹാനഹു വ തആല ഓർമ്മപ്പെടുത്തുകയാണ്, പെണ്ണിന്റെ ശരീരം പരിപൂർണമായി കാണൽ അനുവദിക്കപ്പെടുന്നതായ ഒരേ ഒരാൾ അത് അവളുടെ ഭർത്താവാണ്. ശരീരത്തിന്റെ മുഴുവൻ അവയവങ്ങളും കാണിക്കൽ അനുവദനീയമായ വ്യക്തി ആരാണത്? ഭർത്താവ്. അള്ളാഹു മനസ്സിലാക്കാൻ തൗഫീഖ് തരട്ടെ. വേറെയും ചില ആളുകളെ അവിടെ എണ്ണി പറയുന്നുണ്ട്. ചില ആളുകളെ ഞാൻ അതിലേക്ക് പോകുന്നില്ല, വിഷയം വല്ലാതെ